നാരായണ. ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. സുപ്രഭാതം, സുസ്വാഗതം. ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിർഷദം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവ നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. ഓം. ഭാഗവത ജ്ഞാനഗംഗ സപ്തമസ്കന്ധം 15-ാം അധ്യായം അവസാന ഭാഗമാണ്. നമുക്ക് 57-ാം ശ്ലോകം മുതൽക്ക് വായിച്ചിട്ട് കാണാം. 15-ാം അധ്യായത്തിലെ 57 മുതൽക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ് ഭാഗവതേ സപ്തമസ്കന്ധേ പഞ്ചദശോऽധ്യായഃ. നാരദ ഉവാച. ആദാവന്ദേ ജനാനാം സദ്ബഹിരന്തഃ പരാപരം ജ്ഞാനം ജ്ഞേയം വചോ വാച്യം തമോ ജ്യോതിസ്ത്വയം സ്വയം ആബാധിതോപി ഹ്യാഭാസോ യഥാ വസ്തുതയാ സ്മൃതഃ ദുർഘടത്വാദൈന്ദ്രിയകം തദ്വദർത്ഥവികൽപിതം ക്ഷിത്യാദീനാം ഇഹാർത്ഥാനാം ഛായാ ന കതമാപി ന സംഘാതോ വികാരോപി ന പൃഥങ്നാന്വിതോ മൃഷാ ദാതവോ അവയവിത്വാച്ച തന്മാത്രാവയവൈർവിനാ നസ്യുർഹ്യസതി അവയവിനി അസന്നവയവം ദദഃ സ്യാത് സാദൃശ്യഭ്രമസ്താവത് വികൽപേ സതി വസ്തുനഃ ജാഗ്രത് സ്വാപൗ യഥാ സ്വപ്നേ തദാ വിധി നിഷേധതാ ഭാവാദ്വൈതം ക്രിയാദ്വൈതം ദ്രവ്യാദ്വൈതം തദ് ആത്മനഃ വർത്തയൻ സ്വാനുഭൂത്യേഹ ത്രീൻ സ്വപ്നാൻ ദുനുതേ മുനിഃ കാര്യകാരണവസ്തു ഐക്യമർശനം പടതന്തുവത് അവസ്തുത്വാദ് വികൽപസ്യ ഭാവാദ്വൈതം തദുച്യത്തെ യദ്ബ്രഹ്മണി പരേ സാക്ഷാത് സർവകർമ്മസമർപ്പണം മനോവാക്തനുഭിഃ പാർത്ഥ ക്രിയാദ്വൈതം തദുച്യത്തെ ആത്മജായാസുതാദീനാം അന്യേഷാം സർവദേഹിനാം യത് സ്വാർത്ഥകാമയോരൈക്യം ദ്രവ്യാദ്വൈതം തദുച്യത്തെ യദ്യസ്യ വാ അനിഷിദ്ധം സ്യാദ്യേന യത്ര യതോ നൃപ സതേനേഹേതകർമാണി നരോ നാന്യൈരനാപതി ഏതൈരന്യൈശ്ച വേദോക്തൈർവർത്തമാനസ്വകർമ്മഭിഃ ഗൃഹേപി അസ്യ ഗതിം ജായാദ്രാജൻ തദ്ഭക്തിഭാഗ് നരഃ യദാ ഹി യൂയം നൃപദേവ ദുസ്ത്യജാത് ആപദ്ഗണാദുത്തരത ആത്മനഃ പ്രഭോഃ യത്പാദപങ്കേരുഹ സേവയാ ഭവാൻ അഹാരഷീത് നിർജിത ദിഗ്ഗജക്രതോന അഹം പുരാഭവം കശ്ചിത് ഗന്ധർവ ഉപബർഹണഃ നാമ്നാതീതേ മഹാകൽപേ ഗന്ധർവാണാം സുസമ്മതഃ രൂപപേശലമാധുര്യ സൗഗന്ധ്യപ്രിയദർശനഃ സ്ത്രീണാം പ്രിയതമോ നിത്യം മത്തസ്തു പുരുലംബടഃ ഏകദാ ദേവസത്രേ തു ഗന്ധർവാപ്സരസാം ഗണാഃ ഉപഹൂതാ വിശ്വസൃഗ്ഭിഃ ഹരിഗാതോപഗായനേ അഹം ച ഗായൻ തദ്വിദ്വാൻ സ്ത്രീഭിഃ പരിവൃതോ ഗതഃ
ജ്ഞാത്വാ വിശ്വസൃജസ്തന്മേ ഹേളനം ശേ പുരോജസ യാഹി ത്വം ശൂദ്രതാം ആശു നഷ്ടശ്രീഃ കൃതഹേളനഃ താവദ്ദാസ്യാം അഹം ജജ്ഞേ തത്രാപി ബ്രഹ്മവാദിനാം ശുശ്രൂഷയാനുഷംഗേണ പ്രാപ്തോഹം ബ്രഹ്മപുത്രതാം ധർമ്മസ്തേ ഗൃഹമേ ധീയോ വർണ്ണിതഃ പാപനാശനഃ ഗൃഹസ്ഥോ യേന പദവീമഞ്ജസാ ന്യാസിനാം യാത് യൂയം മൃലോകേ ബദ ഭൂരിഭാഗാഃ ലോകം പുനാനാ മുനയോ ബിയന്തി യേഷാം ഗൃഹാൻ ആവസതീതി സാക്ഷാത് ഗൂഢം പരം ബ്രഹ്മ മനുഷ്യലിംഗം സവ അയം ബ്രഹ്മ മഹദ്വിമൃഗ്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയസുഹൃദ്വഹ ഖലു മാതുലേയഃ ആത്മാർഹണീയോ വിധികൃദ്ഗുരുശ്ച നയസ്യ സാക്ഷാത് ഭവ പത്മജാതിഭിർരൂപം ദിയാ വസ്തുതയോപവർണിതം മൗനേന ഭക്ത്യോപശമേന പൂജിതഃ പ്രസീദതാം ഏഷ സ സാത്വദാമ്പതിഃ. ശ്രീശുക ഉവാച ഇതി ദേവർഷിണാ പ്രോക്തം നിശമ്യ ഭരതർഷഭഃ പൂജയാമാസ സുപ്രീതഃ കൃഷ്ണം ച പ്രേമ വിഹ്വലഃ. കൃഷ്ണപാർത്തൗ ഉപാമന്ത്ര്യ പൂജിതഃ പ്രയയൗ മുനിഃ ശ്രുത്വാ കൃഷ്ണം പരം ബ്രഹ്മ പാർത്ഥഃ പരമവിസ്മിതഃ. ഇതി ദാക്ഷായണീനാം തേ പൃഥഗ്വംശാഃ പ്രകീർത്തിതാഃ ദേവാസുരമനുഷ്യാദ്യാഃ ലോകാ യത്ര ചരാചരാഃ. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ യുധിഷ്ഠിരനാരദ സംവാദേ സദാചാരനിർണയോ നാമ പഞ്ചദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഹരി ഓം. നമ്മള് ഭാഗവതജ്ഞാനഗംഗ സപ്തമസ്കന്ധം 15-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സദാചാര നിർണയം. അതിലെ അവസാന ഭാഗമാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മസ്വരൂപനായ ഈശ്വരനെ സാക്ഷാത്കരിക്കുമ്പോഴാണ്. അപ്പോൾ അതിനുള്ള വഴികളാണ് അവസാനം വിസ്തരിച്ച് പറഞ്ഞു തരുന്നത്. എല്ലാം ഭഗവാനായിട്ട് കാണുക. ആദൗ അന്തേ ജനാനാം സത് ബഹിരന്ത പരാവരം ജ്ഞാനം ജ്ഞേയം വചോ വാച്യം തമോ ജ്യോതിസ്ത്വയം സ്വയം. സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷവും സൃഷ്ടിയിൽ എന്തെല്ലാം ആയിത്തീർന്നിരിക്കുന്നുവോ അതെല്ലാം അയം സ്വയം. ഇവൻ തന്നെയാണ്, ഈ ആത്മസ്വരൂപനായ ഭഗവാൻ തന്നെയാണ്, വാസുദേവൻ തന്നെയാണ് എന്ന് കാണുക. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. വളരെ ലളിതമായി പച്ച മലയാളത്തിൽ
ഈ ആശയം തന്നെയാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞത് അതിൻ്റെ വ്യാഖ്യാനമാണ് ഇവിടെ ഭാഗവതത്തിൽ നമ്മൾ കാണുന്നത്. എല്ലാ ഉപനിഷത്തുക്കളും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വേദങ്ങളും അതിലേക്ക് തന്നെയാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ കാണുന്നതായിട്ടുള്ള നാനാത്വമെല്ലാം ആഭാസങ്ങൾ മാത്രമാണ്, വെറും ഭ്രമം മാത്രമാണ്. വിചാരം ചെയ്താൽ നിൽക്കുന്നതല്ല, വെറും സ്വപ്ന തുല്യം തന്നെയാണെന്ന് മറ്റനേക ശ്ലോകങ്ങളിലൂടെ വ്യാഖ്യാനിച്ചു. ഇനി ധർമ്മ അധർമ്മ അഥവാ വിധി നിഷേധങ്ങളെല്ലാം വേർതിരിച്ചിരിക്കുന്നത് പോലും വ്യവഹാരത്തെ അംഗീകരിക്കുമ്പോൾ അഥവാ നാനാത്വം സത്യമാണെന്ന് ഭ്രമം നിലനിൽക്കുമ്പോൾ മാത്രമാണ്. നാനാത്വ ഭ്രമം ഉള്ളതുവരേക്കാണ് വിധി നിഷേധങ്ങൾക്കൊക്കെ പ്രസക്തി. നാനാത്വത്തെ അതിക്രമിച്ചു കഴിഞ്ഞാൽ, പരമമായ സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ, സത്യം പരം ധീമഹി എന്ന സാധനയിലൂടെ ആ പരമസത്യത്തെ ഉണർന്നു കഴിഞ്ഞാൽ ഏകവും അദ്വിതീയവുമായ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനായിരിക്കുന്നതും, അത് തന്നെയാണ് പ്രപഞ്ചമായിരിക്കുന്നതും, അതിനെ തന്നെയാണ് ഈശ്വരനെന്നും പല പേരിലും വിളിക്കുന്നത്. ഏകമേവ അദ്വിതീയം ഏകം സദ് വിപ്രാഹ ബഹുധാ വദന്തി. അപ്പോൾ അതിൽ ആ ഒരു ഉറപ്പ് ലഭിക്കുന്നത് വരേക്കാണ് വിധി നിഷേധങ്ങൾക്കെല്ലാം സ്ഥാനം. ഈ ഒരു സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞവർക്ക് പിന്നെ വിധി നിഷേധങ്ങളൊന്നുമില്ല, എല്ലാറ്റിനും അതീതരാകുന്നു. അപ്പൊ അതിന് മറ്റൊരു രീതിയിലുള്ള സാധന പറഞ്ഞു തന്നു. ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം വർത്തയം. ഈ മൂന്ന് ഭാവത്തിലും അദ്വൈതത്തെ ദർശിച്ചുകൊണ്ട് വർത്തിച്ച് അഭ്യസിച്ചുകൊണ്ട് അത് സ്വാനുഭൂതിയാകുമ്പോൾ ത്രീൻ സ്വപ്നാൻ ദുനുദേ മുനിഹി, ആ മനനശീലനായിട്ടുള്ള സാധകൻ മൂന്ന് സ്വപ്നങ്ങളെയും നശിപ്പിക്കുന്നു. മൂന്ന് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്നിലുള്ള ദ്വൈതഭാവം, ഭാവത്തിലും ക്രിയയിലും ദ്രവ്യങ്ങളിലുള്ളതായിട്ടുള്ള ദ്വൈതഭാവങ്ങളെ അവൻ അതിക്രമിക്കുന്നു, ജയിക്കുന്നു. എന്താണ് ഭാവാദ്വൈതം? കാര്യകാരണ വസ്തു ഐക്യദർശനം ഭാവാദ്വൈതം. പടതന്തുവത്, പടത്തിൽ തന്തുവിനെ കാണുക, പടമില്ല തന്തുവേ ഉള്ളൂ എന്ന് കാണും പോലെ പടത്തിന്റെ അഥവാ വസ്ത്രത്തിന്റെ സത്യം തന്തുവാണ്, അഥവാ നൂലാണ്. ഏകമായ നൂല് മാത്രമേ ഉള്ളൂ അവിടെ. വിവിധ വർണ്ണങ്ങളിലുള്ള പടങ്ങളെല്ലാം ആ നൂലിന്റെ പ്രകടനം മാത്രമാണ് എന്ന് കാണും പോലെ ഈ കാണുന്ന വികല്പങ്ങൾക്ക് വസ്തുതയില്ല. അവസ്തുത്വാത് വികല്പസ്യ, വികല്പങ്ങൾക്ക് സത്യാവസ്ഥയില്ല, നിലനിൽപ്പില്ല. അപ്പൊ അത് ഭാവം കൊണ്ട് അദ്വൈത ഭാവം സാക്ഷാത്കരിക്കുക, നിരന്തരമായ ഭാവന. മറ്റൊന്ന് ക്രിയകളിലും ആ ഒരു ഭാവത്തെ കാണുന്നതാണ്, അല്ലെങ്കിൽ സമർപ്പിക്കുന്നതാണ്. സർവകർമ്മ സമർപ്പണം. ആരില്? പരേ ബ്രഹ്മണി, പരബ്രഹ്മത്തിലേക്ക് സർവകർമ്മങ്ങളെയും ഏതൊക്കെ കരണങ്ങളെ കൊണ്ട് ചെയ്യുന്നുവോ, മനോവാക് തനുബീഹി, മനസ്സ് വാക്ക് ശരീരം ഇവ കൊണ്ടെല്ലാം ചെയ്യുന്ന സർവകർമ്മങ്ങളെയും ആ പരബ്രഹ്മത്തിലേക്ക് സമർപ്പിക്കുന്നതാണ് ക്രിയാദ്വൈതം. നമ്മളിപ്പോ ക്രിയകളിൽ ഭേദം കാണുന്നത് അതിന്റെ ഫലത്തിലുള്ള ഭേദഭാവനകൾ കൊണ്ടാണ്. വേറെ വേറെ ഫലങ്ങൾ എനിക്ക് വേണം എന്നുള്ള ഭ്രമം കൊണ്ടാണ്. എല്ലാം ബ്രഹ്മാരാധനയാക്കി തീർക്കുമ്പോൾ, ഈശ്വരാരാധനയാക്കി തീർക്കുമ്പോൾ, ഫലം വേണമെന്നുള്ള ആസക്തി ഇല്ലാതാവുമ്പോൾ എല്ലാ ക്രിയകളും ഒന്നാണെന്നുള്ള ബോധം ഉറയ്ക്കും. അങ്ങനെ ആ കർമ്മഫലങ്ങളിലുള്ള
ആസക്തി വെടിഞ്ഞ് എല്ലാം സർവസ്വവും സർവകർമ്മങ്ങളും ഈശ്വരനിൽ അർപ്പിക്കലാണ് പരേ ബ്രഹ്മണി സാക്ഷാത് സർവകർമ്മ സമർപ്പണം ക്രിയാദ്വൈതം. അപ്പോൾ എന്താ പറയുക, രാഗദ്വേഷങ്ങളില്ലാതെ ഫലാസക്തിയില്ലാതെ ഈശ്വരന്റെ ഒരു പ്രവൃത്തിയാണ് ഈ ലോകത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ എത്രയോ നിസ്സാരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നു. ഞാൻ വേറിട്ടൊരു പങ്ക് വഹിക്കുകയല്ല, എനിക്ക് വേറിട്ട ഒരു നിലനിൽപ്പും ഇല്ല. ഈശ്വരന്റെ അംശം തന്നെയായ ഞാൻ ഈശ്വരനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശ്വരന്റെ നിയോഗത്തെ ഈശ്വരൻ പ്രസാദിക്കട്ടെ എന്നുള്ള ഭാവത്തിൽ ഈശ്വര അനുഗ്രഹത്തോടുകൂടെ ഞാനത് ചെയ്യുന്നു. എനിക്കതിൽ പ്രത്യേകിച്ച് വലിയ പങ്കൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന ഏത് കർമ്മങ്ങളാണെങ്കിലും അതിലൊന്നും എനിക്ക് സ്വതന്ത്രമായിട്ടുള്ള പങ്കൊന്നും ഇല്ല. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ അവനവന്റെ സൂട്ട് കേസ് തലയിൽ ചുമന്നു നിൽക്കുന്ന പോലെ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ഉത്തരം താങ്ങുന്ന പല്ലിയുടെ ഒരു പങ്കേ എനിക്കുള്ളൂ. പല്ലി ഉത്തരം താങ്ങുക എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. പല്ലി ഉത്തരം താങ്ങും പോലെ. പല്ലി വാസ്തവത്തിൽ ഉത്തരം താങ്ങുന്നുണ്ടോ, ഉത്തരം പല്ലിയെ താങ്ങി നിർത്തിയിരിക്കണോ? ചിന്തിക്കുക. ഓടുന്ന വണ്ടിയിൽ തലയിൽ ഭാരം ചുമക്കുന്നവൻ താനെന്തോ വലിയ കാര്യം ചെയ്യുന്നു, ആ വണ്ടിക്ക് ഭാരമില്ലാതിരിക്കാൻ താനെന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന മട്ടില് തലയിൽ ചുമന്നു നടക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്ന ഈ ലോകത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു പങ്ക് എന്ന് പറയുന്നത്. ഈ ലോകത്തിലേക്ക് നമ്മൾ എന്ത് പങ്കാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ നടക്കുന്ന ചലനങ്ങളൊക്കെ ഈശ്വര നിശ്ചിതമാണ്. അതിൽ ഞാനും ഒന്ന് പങ്കെടുക്കുന്നു എന്ന് എനിക്കൊരു തോന്നൽ, ഒരു സംതൃപ്തി, അത്രയേ ഉള്ളൂ. അല്ലേ? സമുദ്രത്തിൽ തിരമാലകൾ ഇങ്ങനെ ആവർത്തിച്ച് ഉയരത്തിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനും ചേർന്ന് സമുദ്രത്തിൽ ഇറങ്ങി നിന്നിട്ട് എൻ്റെ കൈകളെ കൊണ്ട് തിരമാലകൾ ഉണ്ടാക്കുന്നു. അല്ലേ? പൊങ്ങി വരുന്ന തിരമാലകളുടെ കൂടത്തിൽ ഞാനും എൻ്റെ കൈയൊന്ന് വെച്ച് ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് എന്ന് പറഞ്ഞ് ഞാനും എന്തൊക്കെയോ ചെയ്യുന്നു. ഞാനാണോ തിരമാലകൾ ഉണ്ടാക്കുന്നത്? സമുദ്രത്തിൽ നിരന്തരം തിരമാലകൾ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ എൻ്റെ കൈയൊന്ന് സ്പർശിക്കുന്നു ഞാൻ, എന്നിട്ട് ഞാനതിനെ ഓൺ ചെയ്യുന്നു, അഭിമാനിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണ് അവിടെ തിരമാല ഉണ്ടായത്. അല്ലെങ്കിൽ ഏത് കർമ്മവും ഇവിടെ നടക്കുന്നത്, നമ്മൾ വിത്ത് വിതയ്ക്കുന്നു, മുളപ്പിക്കുന്നത് നമ്മളല്ല, ആ സസ്യത്തെ വളർത്തുന്നത് നമ്മളല്ല, അതിൽ ശിഖരങ്ങൾ ശാഖകൾ ഉണ്ടാക്കുന്നത് നമ്മളല്ല, ഇലകൾ ഉണ്ടാക്കുന്നത് നമ്മളല്ല, പൂക്കൾ ഉണ്ടാക്കുന്നത് നമ്മളല്ല, കായ്കൾ ഉണ്ടാക്കുന്നത് നമ്മളല്ല, അത് മൂത്ത് പാകമാകുന്നതും പഴുക്കുന്നതും നമ്മളല്ല ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അഭിമാനമുണ്ട്. ഞാൻ വെച്ച വൃക്ഷം, ഞാൻ ചെയ്ത കൃഷി, ഞാനുണ്ടാക്കിയ വിളവെടുപ്പ്, ഞാനാണ് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ. വാസ്തവത്തിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഇതിലേതെങ്കിലും ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടോ? ഒരു വിത്തിനെ മുളപ്പിക്കാനുള്ള സാമർഥ്യം നമുക്കുണ്ടോ? ചിന്തിക്കുക. വിത്തിനെ മുളപ്പിക്കുന്നത് നമ്മളല്ല, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ശക്തിയാണ്. ആ ഏതേത് വിത്തുകൾ മുളയ്ക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ ചൈതന്യമാണ്. നമ്മൾ വിതച്ച എല്ലാ വിത്തുകളും മുളയ്ക്കുന്നില്ല.
നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ മുളയ്ക്കുന്നില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കുന്നുണ്ട്. നമ്മളാ മുളപ്പിക്കുന്നെങ്കിൽ നമ്മളെ ഇഷ്ടം പോലെ മുളപ്പിക്കാമായിരുന്നു. ഇപ്പോൾ കൃത്രിമമായിട്ടുള്ള പല പരിപാടികളും ഉണ്ട്. അതൊക്കെ തന്നെയും ഈ ശക്തിയുടെ, ഈ ചൈതന്യത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അല്ലാതെ മനുഷ്യൻ പ്രയത്നിച്ചു എന്നതുകൊണ്ട് മാത്രം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ വൃക്ഷം വളർന്നതും അത് പൂത്തതും കായ്ച്ചതും നമുക്ക് വേണ്ട ഫലങ്ങളൊക്കെ തന്നതും ആ ഈശ്വര കാരുണ്യമാണ്. ആ ഈശ്വര കാരുണ്യത്തിന് എപ്പോഴും കൃതജ്ഞത ഉണ്ടായിരിക്കുക. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്ന് ഉള്ളിൽ എപ്പോഴും ഭാവിക്കുക. അതാണ് നമ്മുടെ എല്ലാ വിളവെടുപ്പ് കാലത്തും, കൃഷി വിളവെടുപ്പ് കഴിയുമ്പോൾ ഉത്സവങ്ങൾ ഈശ്വരാരാധനയായിട്ട് നടത്തുന്നത്. വിഷുവാണെങ്കിലും ഓണമാണെങ്കിലും എല്ലാറ്റിനോടും ബന്ധപ്പെടുത്തി അല്ലേ, കൃഷിയുടെ വിളവെടുപ്പ് കാലത്താണ് ഉത്സവങ്ങളൊക്കെ. ഇപ്പോഴാണെങ്കിലും എല്ലാ കൊയ്ത്തും കഴിഞ്ഞ് ആ കൊയ്ത്തിൽ നിന്ന് കിട്ടിയ ധാന്യങ്ങളെല്ലാം നമ്മുടെ വീടുകളിലേക്ക് ദേവി അല്ലെങ്കിൽ നമ്മുടെ ദേശത്തെ ദേവൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ പറ നിറച്ച് കൊടുത്ത് നമ്മുടെ സന്തോഷം അറിയിക്കുന്നു, കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇതാ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ആ വിളവെടുപ്പിൽ നിന്ന് ഞങ്ങൾ നിറഞ്ഞ് സന്തോഷപൂർവം അതിൽ നിന്നൊരു പങ്ക് അങ്ങയ്ക്ക് വേണ്ടെങ്കിലും അങ്ങയെ ഞങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഇതാ പറ നിറച്ച് സമർപ്പിക്കുന്നു. ഇത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും വരും കാലങ്ങളിലും ഞങ്ങളുടെ കൃഷി ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നതായി അനുഗ്രഹം നൽകിയാലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളുന്ന ദേവതകൾക്ക് നമ്മൾ ആ കൃഷിയിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ഫലത്തെ അല്പമെങ്കിലും വഴിപാടായി, നിവേദ്യമായി, ഉപഹാരമായി ഒക്കെ നമ്മൾ സമർപ്പിക്കുന്നു. ക്ഷേത്ര ഉത്സവങ്ങൾക്കൊക്കെ ഇപ്പോൾ കലവറ നിറയ്ക്കൽ എന്ന് പറഞ്ഞ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള എന്ത് ദ്രവ്യമാണോ, ഏത് ധാന്യങ്ങളാണോ, ഏത് കായ്കറികളാണോ, ഏത് പഴങ്ങളാണോ എല്ലാം അല്ലേ, നാളികേരമാണെങ്കിലും മറ്റു പച്ചക്കറികളാണെങ്കിലും നേന്ത്രക്കൊലകളാണെങ്കിലും വാഴക്കൊലകളാണെങ്കിലും കവിങ്ങിൻ കുലകളാണെങ്കിലും കുരുമുളകാണെങ്കിലും നെല്ലാണെങ്കിലും ഏത് സാധനമാണോ നമ്മൾക്ക് കൃഷി ചെയ്ത് ഉണ്ടായിരിക്കുന്നത് അത് ആ ഈശ്വരന് സമർപ്പിക്കുന്നു എന്നുള്ള ആ ഒരു കൃതജ്ഞതയെ, സന്തോഷത്തെ ഒക്കെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സംസ്കാരം. മറക്കാതിരിക്കുക. ഈശ്വരനാണ് ഇതെല്ലാം തന്നത്. ഈശ്വരാനുഗ്രഹമില്ലെങ്കിൽ ഇതൊന്നും, ഈ വിളവെടുപ്പൊന്നും നടക്കില്ല. ഈശ്വരനാണ് മഴ പെയ്യിച്ചത്, ഈശ്വരനാണ് സൂര്യനായി അനുഗ്രഹിക്കുന്നത്, ഈശ്വരനാണ് ചന്ദ്രനായി അനുഗ്രഹിക്കുന്നത്, ഈശ്വരനാണ് കാറ്റായും മഞ്ഞായും അനുഗ്രഹിക്കുന്നത്. എല്ലാം അത് ഓർമ്മയോടുകൂടെ, വിനയത്തോടുകൂടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഈശ്വരാർപ്പണമാക്കി ചെയ്യുക. അഹങ്കാരമില്ലാതിരിക്കുക, മത്സരബുദ്ധി ഇല്ലാതിരിക്കുക, രാഗദ്വേഷാദികൾ ഇല്ലാതിരിക്കുക എന്നതാണ് നമ്മുടെ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. അതിങ്ങനെ ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം. ദ്രവ്യാദ്വൈതം എന്താണ്? ആത്മജായ സുതാദീനാം അന്യേഷാം സർവദേഹിനാം യത് സ്വാർത്ഥകാമയോർ ഐക്യം ദ്രവ്യാദ്വൈതം തദുച്യത്തെ. അവനവന്റെയും ഭാര്യാദികളുടെയും പുത്രാദികളുടെയും അന്യന്മാരായ സർവദേഹികളുടെയും സ്വാർത്ഥം അഥവാ സ്വകീയമായിട്ട് എന്തുണ്ടോ, അതുപോലെ ആഗ്രഹങ്ങളായി കാമങ്ങളായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം
ഈശ്വരൻ തന്നെയാണ്. നമ്മുടേത് എന്ന് പറയുന്ന സ്വാർത്ഥമെല്ലാം ഈശ്വരൻ്റേതാണ്. ഇനി നമ്മളിൽ വന്നു ചേരാത്ത നമ്മൾ കാമിക്കുന്നതായിട്ടുള്ള എല്ലാം തന്നെ ഈശ്വരൻ തന്നെയാണ്. അങ്ങനെ എല്ലാ ദ്രവ്യങ്ങളെയും ഈശ്വരഭാവമായി കാണുന്നത് തന്നെയാണ് എല്ലാ ദ്രവ്യാദ്വൈതം തതുച്യത്തെ. യാതൊരു ഭേദവുമില്ലാതെ കാണുക. ഒരു ദ്രവ്യങ്ങളും തമ്മിൽ, അതുപോലെ ഒരു ഭോഗവസ്തുക്കളും ശരീരങ്ങളും ജീവനും എല്ലാം ഏകനായ ഈശ്വരന്റെ അംശമാകുന്നു. അവ തമ്മിൽ ഭേദമില്ല എന്ന് കാണുന്നതിനെയാണ് ദ്രവ്യാദ്വൈതം എന്ന് പറയുന്നത്. ഇതിന് ഈ 3 അദ്വൈത ഭാവനകൾ നിലനിർത്തിക്കൊണ്ടിരിക്കുക, സാധനയായി അനുഷ്ഠിക്കുക. അത് നമ്മളെ ആ അദ്വൈത ബോധമുറപ്പിക്കുന്നതിലേക്ക് എത്തും. പരമമായിട്ടുള്ള സത്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ നമ്മളെ പാകപ്പെടുത്തും. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി വീണ്ടും ഒരിക്കൽ കൂടെ 2 ശ്ലോകങ്ങളെ കൊണ്ട് ഇത്രയും 4-5 അധ്യായങ്ങളിൽ പറഞ്ഞ വർണ്ണാശ്രമധർമ്മത്തെ സംഗ്രഹിച്ച് പറഞ്ഞ് നാരദ മഹർഷി ഈ ഒരു ഉപദേശ പ്രകരണം യുധിഷ്ഠിരന് ഉപദേശിക്കുന്ന വർണ്ണാശ്രമധർമ്മങ്ങളെ മുഴുവൻ എന്താ പറയുക സമർപ്പിക്കുന്നു. ഒരു നിശ്ചയ ഭാവത്തോടെ സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് ഉറപ്പിക്കുകയാണ് എന്ന് പറയാം. യദ്യസ്യ വാ അനിഷിദ്ധം സ്യാത് യേന യത്ര യതോ നൃപ സ തേനേഹേത കർമാണി നരോ നാന്യൈരനാപതി ഏതൈരന്യൈശ്ച വേദോക്തൈഃ വർത്തമാനസ്വകർമ്മഭിഃ ഗൃഹേഭ്യസ്യ ഗതിം ജായാത് രാജൻ തദ്ഭക്തിമാൻ ഭക്തിഭാൻ നരഃ. യദ്യസ്യ വാ അനിഷിദ്ധം സ്യാത് യേന യത്ര യതോ നൃപ സ തേനേഹേത കർമാണി നരോ നാന്യൈരനാപതി. ഇവിടെ ഹേ നൃപ എന്ന 1ാമത്തെ വരിയിൽ യുധിഷ്ഠിരനെ സംബോധന ചെയ്യണം. അല്ലയോ നരന്മാരെയെല്ലാം പാലിക്കുന്നവനെ, അങ്ങ് മാതൃകയാവണം എല്ലാവർക്കും. യഥാ രാജ തഥാ പ്രജ. അതുകൊണ്ട് റെസ്പോൺസിബിൾ ആയിരിക്കണം. സമൂഹത്തോട് മുഴുവൻ അങ്ങയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ രാജ്യത്തിലുള്ള സർവ്വ പ്രജകളോടും അങ്ങയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരെല്ലാം അങ്ങ് എന്ത് ചെയ്യുന്നു നോക്കിയിട്ടാണ് പ്രവർത്തിക്കുക. അങ്ങ് ഈശ്വര നിഷേധിയാണെങ്കിൽ, അഹങ്കാരിയാണെങ്കിൽ പ്രജകളും അതുപോലെ ആയിത്തീരും. അങ്ങനെയുള്ള പ്രജകളിൽ നിന്ന് ആസുര സ്വഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ആരോടും ഉണ്ടാവുകയില്ല. അതാണ് നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും കാണുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും കാരണം. അവിടുത്തെ ഭരണാധികാരികൾ തന്നെ ഈശ്വര നിഷേധികളാണ്, ഈശ്വരാരാധനയെ നിന്ദിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഈശ്വരപരമായി ജീവിക്കുന്ന സജ്ജനങ്ങളെ, ഭക്തജനങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നവരാണ്. അപ്പോൾ അവരെ കണ്ടുകൊണ്ടാണ് അവരുടെ അണികളും ഇപ്പോഴുള്ള യുവതലമുറകളും വളർന്നു വരുന്നത്. അവർക്ക് യാതൊരു മനസാക്ഷിയും ഇല്ല. അവരെ മൃഗങ്ങളോടൊന്നും ഉപമിക്കാൻ പറ്റില്ല. പാവമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ പോലും ഭക്ഷണത്തിന് വിശക്കുമ്പോൾ മാത്രമേ ഒരു അന്യജന്തുവിനെ ഹിംസിക്കുകയുള്ളൂ ഭക്ഷണമാക്കാൻ വേണ്ടി. ഇവരെ ആരോടാണ് ഉപമിക്കുക എന്ന് പറയാൻ ഇവരെ ഇവരോട് തന്നെ ഉപമിക്കണം. അങ്ങനെയുള്ള ക്രൂര പ്രവൃത്തികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സഹോദരന്മാരെ, സ്വന്തം വംശത്തിലുള്ളവരെ, സഹപാഠികളെ ഒന്നും മറ്റു ജന്തുക്കളൊന്നും അങ്ങനെ ഉപദ്രവിക്കില്ല, അങ്ങനെ കൊല്ലാക്കൊല ചെയ്യില്ല. അല്ലേ? നമ്മൾ കാണുന്നു.
അതിന് കാരണം ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള എന്താ പറയുക, ഈശ്വര നിഷേധികളായിരിക്കുന്ന ഭരണാധികാരികൾ ഭരണത്തിൽ വരാതിരിക്കാൻ ബഹുഭൂരിപക്ഷം ഈശ്വര ഭക്തന്മാരായ വിശ്വാസികളായ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരുടെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള വലിയ വീഴ്ചയാണ്. നമ്മൾ തന്നെ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണിപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നത്. അവരവർ ചെയ്ത കർമ്മം തന്നെയാണ്. ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള വിവേകമില്ലാതെ ഏതെങ്കിലും താൽക്കാലിക ലാഭം മാത്രം നോക്കിക്കൊണ്ട് ശാശ്വതമായിട്ടുള്ള മൂല്യങ്ങളെയൊക്കെ ബലി കഴിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കൊള്ള സംഘങ്ങളെ, പിശാചുക്കളെ, അസുര കൂട്ടങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ ഫലമാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ജനങ്ങൾ അനുഭവിക്കുന്നത്. രണ്ടുപേരും മത്സരിക്കുകയാണ്. കേരളത്തിലുള്ള ഭരണാധികാരികളും തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന ആ ദ്രാവിഡ കഴകങ്ങളൊക്കെ തന്നെ അവരൊക്കെ നിരീശ്വരവാദത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഐഡിയോളജികളാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയും അങ്ങനെയുള്ള ക്ഷേത്രോപാസകന്മാരായ ജനങ്ങളെ ഉപദ്രവിക്കുകയും ഹിംസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള പ്രവൃത്തികളാണ് നമ്മൾ കാണുന്നത്. മറ്റു പലയിടത്തും ഇതുപോലെയുള്ളതുണ്ട്, പക്ഷെ ഇത്രയില്ല. ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൂട്ടരെ ഭരണത്തിൽ നിന്ന് അകറ്റാനായിക്കൊണ്ട് നമ്മുടെ വോട്ട് അതിനുവേണ്ടി വിനിയോഗിക്കുക എന്ന് മാത്രമല്ല, എല്ലാവരെ കൊണ്ടും പ്രേരിപ്പിച്ച് ചെയ്യിക്കേണ്ടതാണ്. നമ്മുടെ ഡ്യൂട്ടിയായിട്ട് തന്നെ കരുതണം. ഈ സനാതനധർമ്മത്തെ ഇവിടെ സ്ഥാപിക്കണമെങ്കിൽ, തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ വരും തലമുറകളൊക്കെ സമാധാനത്തോടെ ഇവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടിയാണ് എന്നുള്ളത് ബോധം വേണം. അല്ലാതെ എൻ്റെ വോട്ട് ചെയ്തതോടുകൂടി എൻ്റെ പണി കഴിഞ്ഞു എന്നാരും വിചാരിക്കേണ്ട. കാരണം മൂഢജനങ്ങളാണ് ഭൂരിപക്ഷവും, സ്വാർത്ഥരാണ് ഭൂരിപക്ഷവും. നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും തൽക്കാലം കിട്ടി വോട്ട് ചെയ്യാൻ, വേറൊരാൾക്ക് വോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു പോകുന്ന വഴിയിലായിരിക്കും ചിലപ്പോൾ 10 രൂപ കയ്യിൽ വെച്ചു കൊടുക്കുക. ആ 10 രൂപ വാങ്ങുന്നതോടുകൂടി മനസ്സ് മാറി ഇതുവരെ ചെയ്ത ദ്രോഹങ്ങളും ഇനി ചെയ്യാനിരിക്കുന്ന ദ്രോഹങ്ങളും എല്ലാം മറന്നുകൊണ്ട് ആ 10 രൂപയ്ക്ക് വേണ്ടി തൽക്കാലം വോട്ട് ചെയ്തു വരുന്ന കൂട്ടരാണ് ഇതിനൊക്കെ കാരണക്കാര്. അങ്ങനെയുള്ള മൂഢജനങ്ങളെ കൊണ്ടാണ് ഈ ജനാധിപത്യം നിയന്ത്രിക്കപ്പെടുന്നത്. അവരാണ് ബഹുഭൂരിപക്ഷം, മൂഢജനങ്ങളാണ് ബഹുഭൂരിപക്ഷം. അപ്പൊ അവർക്ക് ബോധം ഉണ്ടാക്കുക എന്നുള്ളത് എന്താ പറയുക, വിവേകമുള്ളവരുടെ ധർമ്മം കൂടിയാണ്. എല്ലാവരും ചെയ്യേണ്ടതാണ്. എല്ലാവരും ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമുക്ക് നാളെയും ഇവിടെ ഇരുന്നുകൊണ്ട് സമാധാനമായിട്ട് ഓൺലൈനിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ തന്നെയായിരിക്കും. നമ്മുടെ വായടപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ളവർ വിചാരിച്ചാൽ സാധിക്കും. നമ്മളെവിടെ ഇരുന്നും ഒന്നും ഈശ്വരനെക്കുറിച്ച് പറയാതിരിക്കാൻ ഹിരണ്യകശിപു ആജ്ഞാപിച്ചതുപോലെ ആജ്ഞാപിക്കാൻ ഇവർക്കൊക്കെ സാധിക്കും. ഇവർക്ക് അധികാരം കൊടുത്തോണ്ടിരുന്ന് ശക്തി കൊടുത്തോണ്ടേയിരുന്നാൽ നാളത്തെ നമ്മുടെ ഗതി എന്തെന്ന് പറയാൻ പറ്റില്ല. ആശ്രമങ്ങളിലോ ഗുഹകളിലോ ഹിമാലയത്തിലോ പോയിരുന്നാലും ഇവർ നമ്മളെ വെറുതെ വിടില്ല, ഓടിച്ചിട്ട് നമ്മളെ ഉപദ്രവിക്കും. ഇത് നിങ്ങൾ കാണണം. സ്വാമി എന്തിനാ ഇത്രയും നല്ല ഭാഗവതത്തിന്റെ ഇത്രയും നല്ലൊരു ഭാഗത്ത്, അദ്വൈത ദർശനം പറയുന്ന ഭാഗത്ത് രാഷ്ട്രീയം പറയണത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ നാളെ പറയാൻ ആളുണ്ടാവില്ല, പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല. ഇപ്പൊ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞിരിക്കണം. വിധി നിഷേധങ്ങളുടെ ഭാഗമാണ് അതൊക്കെ.
വേദങ്ങളിൽ, ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിധി നിഷേധങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണ്. അവശ്യം പറയേണ്ടതാണ്. കണ്ണും കാതും തുറന്ന് നമ്മൾ ചുറ്റിലും നടക്കുന്നതൊക്കെ ഒന്ന് വിലയിരുത്തേണ്ടതാണ്. നമ്മൾ സുരക്ഷിതരാണോ? നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ? നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ അത് സുരക്ഷിതമാണോ? നമ്മുടെ ക്ഷേത്രങ്ങൾ സുരക്ഷിതമാണോ? നമ്മുടെ സ്വത്തിനും ജീവനും വിലയുണ്ടോ? ഇതൊക്കെ ചിന്തിക്കുക. അപ്പൊ അതിന് ആര് രക്ഷിക്കുമെന്ന് നമുക്ക് വിവേകമുണ്ട്, കോമൺ സെൻസ് ഉണ്ട്. നല്ലതുപോലെ ചിന്തിക്കുക, കോമൺ സെൻസ് ഉപയോഗിക്കുക, വിവേകം ഉപയോഗിക്കുക, അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. എന്നിട്ട് നമ്മൾ വോട്ട് ചെയ്യൽ മാത്രമല്ല, നമ്മളോട് ബന്ധപ്പെടുന്ന ആരോടും ഈ ഇലക്ഷൻ സീസണിൽ ഈ കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് ചർച്ച ചെയ്യണം. ആരെന്ത് വിചാരിക്കുന്നൊന്നും ഒരു ശങ്കയും ഒരു സങ്കോചവും വേണ്ട. ആരെന്തോ വിചാരിക്കട്ടെ. നമ്മൾ വേണ്ടാത്ത പലതിനും വേണ്ടി വാദിക്കുന്നു, സംസാരിച്ച് പാഴാക്കി കളയുന്നു, ശബ്ദ മലിനീകരണം നടത്തുന്നു. ഇത് നമുക്ക് വേണ്ടിയാണ്, ഈ ലോകത്തിന് വേണ്ടിയാണ്, നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയാണ്. ഈ ശ്രേഷ്ഠമായ അദ്വൈത ദർശനം എന്നും ലോകത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്. എല്ലാവർക്കും സമാധാനവും സുഖവും ഉണ്ടാവാൻ വേണ്ടിയാണ്. സാക്ഷാൽ വിശ്വാമിത്ര മഹർഷി, താപസനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെ കൊണ്ട് താടക, മാരീച, സുബാഹു മുതലായവരെ കൊല്ലേണ്ടതാണ് എന്ന് പറഞ്ഞു കൊല്ലിച്ചുവെങ്കിൽ, താപസനായിരിക്കേണ്ട പരശുരാമൻ ആയുധവുമെടുത്ത് 21 വട്ടം ഭൂമിയിൽ സംഹാര താണ്ഡവം ആടേണ്ടി വന്നുവെങ്കിൽ, അഗസ്ത്യ മഹർഷി രാമരാവണ യുദ്ധത്തിൽ രാമൻ പകച്ചു നിൽക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ രഥത്തിൽ വന്ന് ആദിത്യ ഹൃദയം ഉപദേശിച്ച് രാവണവധം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുവെങ്കിൽ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അർജുനനെ മഹാഭാരത യുദ്ധത്തിൽ തന്റെ പിതാമഹനായ ഭീഷ്മരെയും ഗുരുനാഥനായ ദ്രോണരെയും ജ്യേഷ്ഠനായ കർണനെയും എല്ലാം കൊല്ലിക്കുന്നതിനു വേണ്ട എല്ലാ അടവുകളും ഉപദേശിച്ചുവെങ്കിൽ, ചിന്തിക്കുക. ഇതാണ് നമ്മുടെ ധർമ്മം നമ്മളെ മാതൃക കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് അധർമ്മത്തെ കണ്ടിട്ട് അത് കണ്ടില്ല എന്ന് നടിച്ചിരിക്കുന്നവരും കുറ്റക്കാരാണ്. ഭീഷ്മ പിതാമഹൻ അങ്ങനെ ഒരു വലിയ കുറ്റം ചെയ്ത ആളാണ്. ഇപ്പതാ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വയനാട് വെറ്ററിനറി കോളേജിൽ ഒരു കുട്ടിയെ വലിയൊരു ഗുണ്ടാസംഘം ആക്രമിക്കുമ്പോൾ സഹപാഠികളായ 150ഓളം പേർ, ആൺകുട്ടികളും പെൺകുട്ടികളും, ഒരു പ്രതികരണവുമില്ലാതെ നോക്കി നിന്നു എന്ന് പറയുന്നത് അവരുടെയും കൂടി കുറ്റമാണ്. അവരും കുറ്റവാളികളാണ്. അവരിപ്പോഴെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയേണ്ടതാണ് ലോകത്തോട്. അവരുടെ പഠിപ്പ് നിർത്തിയിട്ടാണെങ്കിലും ഇനി ആ കോളേജിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷെ ഇനി ഇങ്ങനൊന്നും എവിടെയും നടക്കരുത് എന്ന് കരുതിക്കൊണ്ട് അവര് പുറത്തു വരണം, തുറന്ന് പറയാൻ ധൈര്യം കാണിക്കണം. അതല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ളതായിട്ടുള്ള അക്രമങ്ങൾ എല്ലാ ക്യാമ്പസിലും നടക്കുന്നുണ്ട്. എല്ലാ ക്യാമ്പസിലും ഇങ്ങനെയുള്ള തോന്നിയവാസങ്ങൾ, അഴിഞ്ഞാട്ടങ്ങൾ, ഗുണ്ടായുസങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയുള്ള കുട്ടികൾ പേടിച്ച് പുറത്തു പറയാതിരിക്കണം. കാരണം അവർക്കും ഇതുതന്നെയായിരിക്കും ഗതി എന്നതുകൊണ്ട്. അതിന് മാറ്റം വരണമെങ്കിൽ ഒന്നിച്ച് സംഘടിച്ച് നല്ല കുട്ടികൾ പുറത്തിറങ്ങണം, നല്ല കുട്ടികൾ പറയാൻ തുടങ്ങണം. ധൈര്യസമേതം അവർക്ക് നമ്മളൊക്കെ സപ്പോർട്ട് കൊടുക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവർക്ക് സത്യം പറയാനുള്ള ധൈര്യം കൊടുക്കണം. എല്ലാ ക്യാമ്പസുകളിൽ നിന്നും രാഷ്ട്രീയം, ഈ ഗുണ്ടായിസ രാഷ്ട്രീയം പുറത്താക്കണം. അതിന്
കോടതി ഇടപെടണം. കോടതിയിൽ നിന്ന് വരണം, കേന്ദ്രത്തിൽ നിന്നും അതിൻ്റെ നിരോധന ഉത്തരവുകൾ വരണം. ഇങ്ങനെയുള്ള പാർട്ടികളെയൊക്കെ നിരോധിച്ചുകൊണ്ട് ഉത്തരവുകൾ വരണം. കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് വിദ്യാലയങ്ങൾ, കോളേജുകൾ. അവിടെ എല്ലാ തോന്നിയവാസങ്ങളും കാണിച്ച് അധ്യാപകരെ പോലും പേടിപ്പിച്ച് മുൾമുനയിൽ നിർത്തി അധ്യാപകർ പോലും വായടച്ചിരിക്കുന്ന ആ ഒരവസ്ഥ, അത് മാറണം. കേരളത്തിലെ വിദ്യാലയങ്ങൾ നല്ല കുട്ടികളൊക്കെ ഉപേക്ഷിച്ചു പോയി. ഇപ്പം ആകെക്കൂടി കുറെ ഗുണ്ടകളുടെ കൂട്ടങ്ങളും അല്ലെങ്കിൽ ഒരു വരുമാനമില്ലാത്ത പാവം ദാരിദ്ര്യം അനുഭവിക്കുന്ന വീടുകളിലെ കുട്ടികളും മാത്രമാണ് ശേഷിക്കുന്നത്. പുറത്തുപോയി പഠിക്കാനുള്ള യാതൊരു സൗകര്യവുമില്ലാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളും ഈ ഗുണ്ടകളും മാത്രമാണ് ഇപ്പോൾ കേരളത്തിലെ കോളേജുകളിൽ ശേഷിക്കുന്നത്. നല്ല കുട്ടികൾ, അല്പം സൗകര്യമുള്ള വീടുകളിലെ കുട്ടികൾ, അല്ലെങ്കിൽ കടമെടുത്തിട്ടാണെങ്കിലും കുട്ടികളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ +2 കഴിഞ്ഞാൽ ഈ കേരളത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കേരളത്തിലെ എല്ലാ കോളേജുകളിലും ആർട്സും സയൻസും എഞ്ചിനീയറിംഗും അടക്കമുള്ളതായിട്ടുള്ള സീറ്റ്സ് എത്രയോ കാലിയായിട്ട് കിടക്കുന്നു. എത്രയോ കാലി. സ്വാശ്രയ കോളേജുകളൊക്കെ ആരംഭിച്ചതൊക്കെ ഇപ്പോൾ പൂട്ടേണ്ട വക്കിലാണ് പലതും. വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ആരംഭിച്ചതായിട്ടുള്ള സ്വാശ്രയ കോളേജുകളൊക്കെ കുട്ടികളുടെ കുറവ് കൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡുകളൊക്കെ കുറഞ്ഞു. കാരണം അവർക്ക് നല്ല ശമ്പളം കൊടുക്കാനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ പല കോളേജുകളിലെയും പല ഡിപ്പാർട്ട്മെന്റുകളും പൂട്ടി തുടങ്ങി. ഏത് ഡിപ്പാർട്ട്മെന്റിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു അത് ക്ലോസ് ചെയ്യുക, അത്രയും സ്റ്റാഫിനെ കുറയ്ക്കുക. അങ്ങനെ ഒരുപാട് സ്വാശ്രയ കോളേജുകൾ പൂട്ടലിന്റെ വക്കിലാണ്. ഗവൺമെന്റ് കോളേജുകളും ആളില്ലാതെ പല സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നു. അവിടെ എന്താ പറയുക, രാഷ്ട്രീയക്കാർക്ക് ഉദ്യോഗം കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളാനകളായിട്ട് ഈ സ്ഥാപനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയക്കാർക്ക് അവരുടെ സ്വന്തം ബന്ധ ആൾക്കാർക്ക് വേണ്ടി ഉദ്യോഗം കൊടുക്കാൻ വേണ്ടി പഠിച്ചിട്ടില്ലെങ്കിലും ഡോക്ടറേറ്റ് കൊടുക്കുകയും അവരെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായും അല്ലെങ്കിൽ മറ്റു പല സ്ഥാനങ്ങളിലേക്കും അവരെ നിയോഗിച്ച് എല്ലാ മന്ത്രിമാരുടെയും ഭാര്യമാര് ഒരു യോഗ്യതയില്ലാത്ത റാങ്ക് ലിസ്റ്റിൽ എത്രയോ പുറകിൽ നിൽക്കുന്ന അവരെയൊക്കെ പിടിച്ച് ഈ ഇതിലൊക്കെ അപ്പോയിന്റ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിലെ വിദ്യാഭ്യാസം എല്ലാം കുത്തഴിഞ്ഞ ഒരവസ്ഥയാണ്. ഈ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ വിദ്യാഭ്യാസം നമ്മൾ കാണുന്നുണ്ടല്ലോ. കേരളത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസം 4,27,300 ചില്ലാനം കുട്ടികൾ പരീക്ഷ എഴുതുന്നു എന്ന് പറയാൻ അയാൾക്ക് സാധിക്കുന്നില്ല. ആ അക്ഷരങ്ങൾ കൂട്ടി എത്രയാണ് സംഖ്യ എന്ന് പറയാൻ സാധിക്കാതെ 4, 2, 3, 7, 5, 2 കുട്ടികൾ പരീക്ഷ എഴുതുന്നു എന്ന് നോക്കി വായിക്കുന്ന ഇത്രയും അക്ഷരവിരോധിയായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി ഭരിക്കുന്ന ഒരു രാജ്യം, ഒരു സംസ്ഥാനം വേറെ ഉണ്ടാവില്ല. ഇതാണ് പ്രബുദ്ധരായിട്ടുള്ള മലയാളികളുടെ നാട് കേരളം. പ്രബുദ്ധര് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മയക്കി നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടേയിരുന്നാല് നമ്മൾ പറയുന്നവരുടെ മനസ്സ് കലുഷിതമാകും. പക്ഷെ പറയാതിരിക്കാനാവുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇംഗ്ലീഷ് നമ്മൾ കേട്ടു. ഐ എം എന്താ പറയുക, ടേക്കിംഗ് മൈ ഹൗസ് ഓൺ മൈ ഹെഡ് ഓൾവേസ്. അല്ലേ, എൻ്റെ വീട്ടിനെ ഞാൻ എൻ്റെ തലയിൽ കൊണ്ടു നടക്കണമെന്ന് പറയുന്നതാണ്. ഐ എം ടേക്കിംഗ് മൈ ഹൗസ് ഓൺ മൈ ഹെഡ് ഓൾവേസ്. ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞതാണ്. ഇത് ഇങ്ങനെയാണ് ആ ഇംഗ്ലീഷ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അല്ല മറ്റേ എന്താ പറയുക, പ്രിൻസിപ്പളൊക്കെ ആയി തീർന്ന
ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന അവരുടെ വാക്കുകൾ. എങ്ങനെ ഇരിക്കും പിന്നെ നമ്മുടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസം? എങ്ങനെ കുട്ടികൾ ഇവിടുന്ന് രക്ഷപ്പെടാതിരിക്കും? എങ്ങനെ നമ്മുടെ യുവതലമുറ എന്ത് വിശ്വസിച്ചിട്ട് ഇവിടെ നിൽക്കും? ഇപ്പൊ നമ്മുടെ ഈ കേരളം ഒരു ശ്മശാന ഭൂമിയായിക്കൊണ്ടിരിക്കുന്നു, കുട്ടികളുടെ ശ്മശാന ഭൂമിയായിക്കൊണ്ടിരിക്കുന്നു. ഇത് മാറണമെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക, വിവരം കെട്ട ഭരണാധികാരികളെ, കൊള്ളരുതാത്ത നിരീശ്വരവാദികളായിരിക്കുന്ന, ഉത്തരവാദിത്വമില്ലാത്ത, സ്വാർത്ഥരായിരിക്കുന്ന, കൊള്ളക്കാരായിരിക്കുന്ന ഈ ഭരണാധികാരികളെ ഇവിടുന്ന് തൂത്തെറിഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മുടെ ചുറ്റുമുള്ളവരോട്. അവരെ ബോധവൽക്കരിക്കണം, അവരുടെ കണ്ണ് തുറപ്പിക്കണം, ചിന്തിപ്പിക്കണം. അതിൻ്റെ പ്രവർത്തനം ഉണ്ടാവണം. അല്ലാതെ ഒതുങ്ങിയിരുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. പിന്നെ നാളെ ഒതുങ്ങിയിരിക്കാൻ സ്പേസ് ഉണ്ടാവില്ല നമുക്ക്. എന്തായാലും നമുക്ക് സനാതനധർമ്മം നാരദന്റെ വാക്കുകളിലൂടെ കേൾക്കാം. യദ്യസ്യ വാ അനിഷിദ്ധം സ്യാദ് യേന യത്ര യതോ നൃപ സതേനേഹേത കർമാണി നരോ നാന്യൈരനാപതി. അപ്പോ യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടേക്ക് ഇത്രയും പോയത്. രാജാക്കന്മാരാണ് മാതൃക കാണിക്കേണ്ടത്, ഭരണാധികാരികളാണ് മാതൃക കാണിക്കേണ്ടത്. അതിന് നമ്മുടെ എന്താ പറയുക, കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഉത്തമ മാതൃകയായിട്ട് നമ്മുടെ സനാതനധർമ്മത്തെ റിവൈവ് ചെയ്യാൻ അദ്ദേഹം എന്താ പറയുക, കുറച്ച് സാഹസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്, അല്ലേ? ദ്വാരകയിലെ മുങ്ങിപ്പോയതായിട്ടുള്ള അവശിഷ്ടങ്ങളിലേക്ക് ഒരു മുങ്ങാങ്കുഴി വിദഗ്ധനെ പോലെ അതിന്റെ എന്താ പറയുക, മുങ്ങാനുള്ളതായിട്ടുള്ള ഓക്സിജനും കാര്യങ്ങളും ഒക്കെ പിടിപ്പിച്ച് അദ്ദേഹം ദ്വാരകയെ കാണിച്ചു തരുന്നു ലോകത്തിന് മുഴുവൻ. ദാ ഇവിടെയുണ്ട് നമ്മുടെ സനാതന സംസ്കൃതിയുടെ അടയാളങ്ങൾ. ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറഞ്ഞിരിക്കുന്നതൊന്നും നുണയല്ല, വിഡ്ഢിത്തരങ്ങളല്ല, സത്യമാണ്. ഇവിടെയുണ്ട് എന്ന് കാണിച്ചു തരണു, ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്തി കൊടുക്കണു ആ ദ്വാരക എന്നുള്ളതായിട്ടുള്ള ചരിത്ര അവശിഷ്ടങ്ങളെ. രാമജന്മഭൂമി ചരിത്രമാണ്. ഇനി മധുര, ഭഗവാന്റെ ജന്മസ്ഥലം, ശ്രീകൃഷ്ണ ജന്മഭൂമി മധുര, അത് ചരിത്രമാണ്. ശ്രീകൃഷ്ണൻ അവിടെ തന്നെയാണ് ജനിച്ചത്. ഔറംഗസേബ് ആ ജന്മഭൂമിയെ നശിപ്പിച്ച് അവിടെ പള്ളി പണിത് തടസ്സം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. കാശി, ഗ്യാൻബാബി, അവിടെ അതിന്റെ മുകളില് ഇവരുടെ അവശിഷ്ടങ്ങൾ പണിതു വച്ചിരിക്കുന്നു. ഇതൊക്കെ മാറ്റേണ്ടതാണ്. ഇനിയും ലക്ഷക്കണക്കിന് അതുപോലെയുള്ള സ്ഥാനങ്ങളുണ്ട്. എല്ലാം ഒന്നും മാറ്റാൻ സാധിച്ചു എന്ന് വരില്ല. ഈ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള സനാതനധർമ്മത്തിന്റെ ഏറ്റവും ഉത്തമ മാതൃകകളായിരിക്കുന്ന രാമനും കൃഷ്ണനും മഹാദേവനും അവരുടെ ഏറ്റവും പ്രധാന സ്ഥാനങ്ങൾ, ഭാരതത്തിലെ ഏറ്റവും പ്രാചീനങ്ങളായ 7 നഗരങ്ങൾ, പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഒക്കെ പ്രവചിച്ചിട്ടുള്ള 7 നഗരങ്ങളാണ് അയോധ്യ, മധുര, കാശി, അതുപോലെ ദ്വാരക, പുരി, പിന്നെ ഏതാണ്, ഉജ്ജയിനി വരുന്നുണ്ട്. അയോധ്യ, മധുര, കാശി, അതുപോലെ മായാപുരി എന്ന് പറഞ്ഞാൽ ഹരിദ്വാരാണ്. ഹരിദ്വാര്, അതുപോലെ ദ്വാരക, പുരി, ഉജ്ജയിൻ എന്നുള്ളതായിട്ടുള്ള ആ പുരി, ആ ഭാഗം, ഇങ്ങനെ ഇത്രയും 7 അവന്തിക എന്നാ പറയുക. ഉജ്ജയിനിക്ക് അവന്തിക. അപ്പോൾ മായ, അവന്തിക, ദ്വാരക, പുരി,
ഇത്രയും സ്ഥാനങ്ങൾ ഏറ്റവും പ്രാചീനങ്ങളായിട്ടുള്ള 7 നഗരങ്ങൾ ഈ ലോകം മുട്ടിലഴയുന്ന കാലത്തുണ്ടായിട്ടുള്ള നഗരങ്ങളാണ്. റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ ഉണ്ടായിട്ടുള്ളതാണ് ഇതൊക്കെ. കാശി നഗരമാണ് ലോകത്തിലേക്ക് ഏറ്റവും പ്രാചീനമായ നഗരം. അങ്ങനെയുള്ള ഈ ഭാരതത്തിന്റെ പ്രൈഡ്, അഭിമാനം, സനാതനധർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള അടയാളങ്ങൾ, അതാണ് ഈ 7 നഗരങ്ങൾ. ആ 7 നഗരങ്ങളും വീണ്ടെടുത്ത് അതിനെ വേണ്ട രീതിയിൽ പ്രൗഢിയിലേക്ക് കൊണ്ടുവരണം. ഭാരതത്തെ ഏകോപിപ്പിക്കാൻ, ഈ ഭാരതം ഇത്രയും സംസ്ഥാനങ്ങളും ഇത്രയും ഭാഷകളും ഇത്രയും വൈവിധ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഭാരതം ഒന്നായി നിലനിൽക്കണമെങ്കിൽ ഈ ചിഹ്നങ്ങളൊക്കെ ഉയർത്തെഴുന്നേൽക്കണം. വേണ്ട രീതിയിൽ അതിന്റെ പ്രൗഢി വീണ്ടെടുക്കണം. നാഷണൽ ഇന്റഗ്രേഷൻ എന്നുള്ളതിന്റെ ഭാഗമാണിതെല്ലാം. ഈ ഒരു നേഷനായിട്ട് നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഓരോരുത്തരും സ്വാർത്ഥരായി, അല്ലേ, ഈ തമിഴ്നാട്, കേരള, കർണാടക, ആന്ധ്ര, ഈ 4 സംസ്ഥാനങ്ങൾ ചേർന്ന് കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ്, കാരണം നോർത്ത് മുഴുവൻ BJP പിടിച്ചടക്കി. അപ്പൊ ഇനി അത് സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയും ഭാരതത്തിൽ നിന്ന് ഞങ്ങൾ വേറിട്ട് നിൽക്കുന്നു, ഞങ്ങളെ വേർപെടുത്തണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾ വേറെ വേറെ സംസ്ഥാനങ്ങളാവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഉള്ളില് ഈ ഭേദബുദ്ധി അല്ലെങ്കിൽ വിഭജന സ്വഭാവം, വിഘടിത ഭാവം ഉണ്ടാക്കാൻ വേണ്ടി സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയക്കാർ കൂടി ചേർന്ന് കട്ടിംഗ് സൗത്ത് എന്നുള്ള പേരിൽ ദക്ഷിണേന്ത്യയെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്താനുള്ളതായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. കേരളത്തെ ഒരു താലിബാൻ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോ ഏകദേശം പകുതിയോളം അവർ വിജയിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതിലേക്ക് നമ്മൾ ഇനിയും ഉറങ്ങിക്കിടന്നാൽ അധികം താമസിയാതെ പോകും. തമിഴ്നാട്ടിലും അത് തന്നെ നടക്കുന്നത്, ആന്ധ്രയിലും കർണാടകയിലും അത് തന്നെയാണ് നടക്കുന്നത്. കർണാടകയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ടാക്സുകൾ ചുമത്തി ഇപ്പോഴത്തെ കോൺഗ്രസ് ഭരണം അവിടെ. അതിന് എഗൻസ്റ്റായിട്ട് ജനങ്ങൾ റിവോൾട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിപ്പോ പ്രതിസന്ധിയിലായിട്ടുണ്ട്. നിയമം പാസ്സായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ആന്ധ്രയിലെ തിരുപ്പതിയെ നശിപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള ഭരണാധികാരികൾ തിരുപ്പതിയിൽ മുഴുവൻ ക്രിസ്ത്യാനികളെ ചുമതലക്കാരായി, ജോലിക്കാരായി, നമ്മുടെ എന്താ പറയുക, തീർത്തും ചന്ദനവും കൊടുക്കാൻ വരെ ക്രിസ്ത്യാനികളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ ആ തിരുപ്പതിയിലെ 7 മലകളിലും ക്രിസ്ത്യൻ പള്ളികൾ സ്ഥാപിക്കാനുള്ള പരിശ്രമം നടന്നു. നമ്മുടെ ദയാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ സുബ്രഹ്മണ്യ സ്വാമി മുന്നിൽ നിർത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് ജയിച്ചു. തിരുപ്പതിയെ ഇവരുടെ എന്താ പറയുക, ക്രിസ്ത്യാനികളുടെ കേന്ദ്രമാക്കി മാറ്റുന്നത് തടഞ്ഞുകൊണ്ടുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു. അതുപോലെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളൊക്കെ ഗംഭീര ക്ഷേത്രങ്ങളാണ്. പക്ഷെ എല്ലാം ജീർണതയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, കെയറില്ലാതെ. ഓരോ ക്ഷേത്രങ്ങളും വിചാരിച്ചാൽ കോടികൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റാം, അതിലേക്ക് വേണ്ട ശ്രദ്ധ ചെലുത്തിയ. പക്ഷെ അത് ചെയ്യുന്നില്ല. നശിപ്പിക്കാനുള്ളതായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്തു വരുന്നുണ്ട്. ഒരു മെയിൻ്റനൻസും ഇല്ലാതെ വലിയ വലിയ മഹാക്ഷേത്രങ്ങൾ ഓരോ ഭാഗമായിട്ട് ഇടിഞ്ഞു വീഴാനായിട്ട് തുടങ്ങുകയാണ്. എല്ലാം സർക്കാർ നിയന്ത്രണത്തിലായതുകൊണ്ട് പ്രൈവറ്റ് ഏജൻസീസിനോ കോർപ്പറേറ്റ്സിനോ ഒന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഈ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് ഈ വലിയ മഹാക്ഷേത്രങ്ങളെയൊക്കെ മോചിപ്പിക്കണം. വലിയൊരു പ്രത്യാശ തമിഴ്നാട്ടിൽ ഇപ്പോൾ അണ്ണാമലൈ എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ IPS നിന്ന് റിസൈൻ ചെയ്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്ന് വലിയൊരു നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാണാം നമുക്ക് അധികം താമസിയാതെ ഭാവിയിൽ സനാതനികളുടെ ഭരണം ദ്രാവിഡ പാർട്ടികളിൽ നിന്ന് മോചിപ്പിച്ച്, നിരീശ്വരവാദികളിൽ നിന്ന് മോചിപ്പിച്ച് തമിഴ്നാടിനെ
സനാതനികളുടെ കയ്യിൽ എത്തിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ അധികം താമസിയാതെ ഉണ്ടാകും. ജനങ്ങൾക്കത് ബോധ്യം വന്നിട്ടുണ്ട്. ഇത്രയും ഭക്തന്മാരും വിശ്വാസികളുമായിട്ടുള്ള ആളുകളുള്ള ദേശമാണ് തമിഴ്നാട്. പക്ഷെ അവരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടുള്ള ഭരണമാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറും. അത് മാറുന്നുണ്ട്. ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിലും 2026 വരുന്ന നിയമസഭാ ഇലക്ഷനിലും അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയ വിജയം നേടാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് പാർട്ടി. അദ്ദേഹം പ്രഖ്യാപിക്കേണ്ടത് നമുക്ക് തമിഴ്നാട് ഭരണം BJPക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ടാസ്മാക്കുകൾ എന്ന് പറയുന്ന കള്ളുകടകൾ, മദ്യ ഷോപ്പുകൾ ഘട്ടം ഘട്ടമായിട്ട് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതി അദ്ദേഹം ചാർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. വെറുതെ പറയല്ല. അത് കഴിഞ്ഞാൽ അടുത്തത് ഹൈന്ദവ ക്ഷേത്രങ്ങളെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രയോറിറ്റി. അങ്ങനെ അഴിമതി മുക്തമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കുമെന്നുള്ളത് ആ തമിഴ്നാട്ടുകാര് പ്രത്യാശിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിന്റെ പുറകിലുണ്ട്. ഇപ്പോൾ സാധാരണക്കാർ മുഴുവൻ, സ്വാർത്ഥതയില്ലാത്തവർ മുഴുവൻ, നാട് നന്നാവണമെന്ന് കരുതുന്നവർ മുഴുവൻ അവരുടെ പുറകെ, ആ അണ്ണാമലയുടെ പുറകെ ഉണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ കേരളത്തിലും മാറ്റം ഉണ്ടാവണം. ചിന്തിക്കുക. നമ്മളും പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കുകളാവുക. നമ്മളാൽ അണ്ണാരക്കണ്ണനും തന്നാലായത് രാവണവധത്തിന് അണ്ണാരക്കണ്ണന്മാർ അവരുടെ പങ്ക് വഹിച്ചു. നമ്മളും ഇവിടെയുള്ള രാവണന്മാരെ വധിക്കാനായിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പങ്ക് വഹിക്കണം. അപ്പോ യദ്യസ്യ വാ അനിഷിദ്ധം സ്യാത് യേന യത്ര യതോ നൃപ സതേനേഹേത കർമാണി നരോ നാന്യൈരനാപദീ. യസ്യ യത്ര യതഃ യേന യത് അനിഷിദ്ധം സഹ നരഃ തേന അനാപതി കർമാണി ഹേത. ഇപ്പോ ഒരു നരന്, ഇവിടെ യസ്യ എന്ന് പറഞ്ഞാൽ ആർക്കാണോ, ഏതൊരുവനാണോ, യത്ര ഏതൊരു വിഷയത്തിലാണോ, യതഃ യാതൊരുവനിൽ നിന്ന്, യേന യാതൊന്നിനാൽ, യത് യാതൊന്ന് അനിഷിദ്ധമായി പറയപ്പെട്ടിരിക്കുന്നുവോ, നിഷേധിക്കപ്പെടാത്തതായിരിക്കുന്നുവോ, സഹ നരഹ തേന ആ നരൻ ആ കർമ്മം കൊണ്ട്, അതിനെക്കൊണ്ട്, അനാപതി കർമാണി ഈഹേത. അനാപതി എന്ന് പറഞ്ഞാൽ ആപത്തില്ലാത്തപ്പോൾ കർമ്മങ്ങളെ നടത്തണം എന്ന് വെച്ചാൽ ഓരോരുത്തരും അവനവന് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യണം എന്നർത്ഥം. സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭതേ നരഃ. ഗീതയിൽ ഭഗവാൻ 18-ാം അധ്യായത്തിൽ പറയുന്ന ആശയമാണ്. നമ്മളെപ്പോഴും പറയാറുള്ള ആ ശ്ലോകത്തോട് കൂട്ടിച്ചേർത്ത് വായിക്കുക. അതാണ് അടുത്ത ശ്ലോകത്തിലെ ആശയം. 67-ാം ശ്ലോകത്തില് യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ എന്ന ഗീതയിലെ 18-ാം അധ്യായത്തിലെ 46-ാം ശ്ലോകമാണ് 67-ാം ശ്ലോകത്തിലെ ആശയം. അപ്പൊ അതിന് തൊട്ടു മുമ്പായിട്ട് ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുള്ള 18-ാം അധ്യായത്തിൽ 42, 43, 44, 45 ശ്ലോകങ്ങളിലായിട്ട് വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് അവസാനം ഭഗവാൻ പറയുന്നത് അങ്ങനെ ഓരോരുത്തരും സ്വേ സ്വേ കർമ്മണി അഭിരതഃ സംസിദ്ധിം ലഭതേ നരഃ. ഓരോ അവനവന്റേതായിട്ടുള്ള സ്വധർമ്മത്തിൽ, സ്വകർമ്മത്തിൽ അഭിരമിക്കുന്നവരായ, യാതൊരു വീഴ്ചയും വരാതെ അത് തന്റെ കർത്തവ്യമാണ്, തനിക്കിതൊരു ഭാരമല്ല, താൻ ചെയ്യേണ്ടതാണ് എന്ന് താൻ ചെയ്യുന്ന കർമ്മങ്ങളെ ആസ്വദിച്ച് ചെയ്യണം നമ്മൾ. അതാണ് അഭിരമിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു ഭാരമായിട്ട് കരുതരുത്.
നമ്മൾ ചെയ്യുന്ന നമ്മുടെ ധർമ്മങ്ങളെ, നിത്യകർമ്മങ്ങളെയൊക്കെ ഒരു ഭാരമായിട്ടല്ല കരുതേണ്ടത്, ആസ്വദിച്ച് ചെയ്യുക, അഭിരമിക്കുക, സന്തോഷപൂർവം ചെയ്യുക. കാരണം ആർക്കു വേണ്ടിയാ ചെയ്യുന്നത്? യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ. എവിടുന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഉത്ഭവിച്ചു വരുന്നത്, ഏതൊരു ഈശ്വരനാലാണോ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് ഇതിനെ നിയന്ത്രിക്കപ്പെടുന്നത്, ആ ഈശ്വരന് അവനവന്റെ കർമ്മങ്ങളെ ആരാധനയാക്കി സമർപ്പിക്കുമ്പോൾ ആ ആരാധന നമുക്ക് സന്തോഷപൂർവമാകണം. അതൊരു സ്ട്രെസ്ഫുൾ ആക്ട് അല്ല, നമുക്ക് ഭാരമായിട്ടത് തോന്നരുത്. സന്തോഷമായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഭഗവാനുള്ള പൂജയാണിത്. ഞാൻ ചെയ്യുന്ന എൻ്റെ കർമ്മം ഇത് ഭഗവാനുള്ള എൻ്റെ സമർപ്പണമാണ്, എൻ്റെ ആരാധനയാണ്. ഇത് ഞാൻ സന്തോഷപൂർവം ചെയ്യുന്നു. അല്ലാതെ ഇതെന്റെ വിധിയാണ്, എൻ്റെ തലയിലെഴുത്ത്, എന്താ ഞാൻ ചെയ്യുക, ഇതൊന്നും രക്ഷപ്പെടാനൊരു വഴിയുമില്ല, ഇങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് കരുതിയിട്ടല്ല ചെയ്യേണ്ടത്. ബി പോസിറ്റീവ്. ചെയ്യുന്ന കർമ്മങ്ങളെ എൻജോയ് ചെയ്യുക. ഈശ്വര ആരാധനയാക്കി മാറ്റുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ കഴിവിന്റെ പരമാവധി ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അതൃപ്തി ഉണ്ടാകുന്നത്. ഞാൻ ചെയ്യേണ്ടത് ചെയ്തില്ല, കുറ്റബോധമാണ് നമ്മളെ എപ്പോഴും ഡിപ്രസ്ഡ് ആക്കുന്നത്. ചെയ്യാനുള്ളത് പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഊർജം കൂടുകയാണ് ചെയ്യുക, ശക്തി കൂടുകയാണ് ചെയ്യുക, ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യുക, സന്തോഷം കൂടുകയാണ് ചെയ്യുക. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, എൻ്റെ കഴിവിന്റെ പരമാവധി ചെയ്തു. അങ്ങനെ ചെയ്തു നോക്കൂ. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും, എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കും, എപ്പോഴും എന്താ പറയുക ഇതുണ്ടാവും, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമുക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം ഉണ്ടാവും അടുത്ത കർമ്മം ചെയ്യാനായിട്ട്. അടുത്തതും ഇതുപോലെ ഈശ്വര ആരാധനയായി എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യും എന്ന് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഉത്സാഹവും സന്തോഷവും ഉണ്ടാവും. അതാണ് അഭിരമിക്കുക എന്ന് പറയുന്നത്. സ്വേ സ്വേ കർമ്മണ്യ അഭിരത സംസിദ്ധ്യം ലഭതേ നരഃ. ഇവിടെയും എന്താണ്, യസ്യ ഏതൊരുവന് ഏതൊരു കർമ്മത്തിലാണോ, ഏതൊരു കർമ്മത്താൽ ആണോ അല്ലെങ്കിൽ നിഷേധിക്കപ്പെടാത്തത്, അവന് സ്വധർമ്മമായി പറയപ്പെട്ടിരിക്കുന്നത് ശാസ്ത്രങ്ങൾ, അത് അനുസരിച്ചുകൊണ്ട് ആ നരൻ ആ കർമ്മങ്ങളെ ഈ ഹേത ചെയ്യേണ്ടതാണ്. അനാപതി, അതൊരു എന്താ പറയുക, നമുക്കൊരു മുൻകൂറായിട്ടൊരു എക്സംഷൻ പോലെ ഒരു ഇത് തന്നിട്ടുണ്ട്. അനാപതി, ആപത്തില്ലാത്തപ്പോഴേ നമുക്ക് നമ്മുടെ ധർമ്മം പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോൾ നമുക്ക് പല തടസ്സങ്ങളും ഉണ്ട്, ആപത്തുകൾ പലതും ചുറ്റുമുള്ളത് കൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ വിചാരിച്ച നമ്മുടെ സ്വധർമ്മം ചെയ്യാൻ കഴിയാത്തത്. അപ്പൊ അത് അനുസരിച്ച് ആപത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ആപത്ത് കാലത്ത് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ധർമാനുഷ്ഠാനത്തിന് സാധിക്കില്ല. പ്രതികൂല സാഹചര്യങ്ങൾ ചുറ്റുമുള്ളപ്പോൾ നമുക്ക് 100% നീതി പുലർത്താൻ സാധിക്കില്ല. പക്ഷെ ശ്രമിക്കാം, നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ആപത്തുകൾ അകലട്ടെ, പ്രതികൂല സാഹചര്യങ്ങൾ മാറട്ടെ. നമ്മളാൽ ആവുന്ന പോലെയൊക്കെ പ്രതികൂല സാഹചര്യങ്ങളെയും നമ്മൾ എതിർത്തുകൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കാം. എങ്കിലും എന്തെങ്കിലും കുറവ് വന്നാൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, കുറ്റബോധമൊന്നും വേണ്ട. സാഹചര്യങ്ങൾ പ്രതികൂലമാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. ഏതൈരന്യൈശ്ച വേദോക്തൈഃ വർത്തമാനഃ സ്വകർമ്മഭിഃ ഗൃഹേപി അസ്യ ഗതിം യായാത് രാജൻ തൽഭക്തിഭാൻ നരഃ. ഇങ്ങനെ ഏതൈഃ അന്യൈഃ ച വേദോക്തൈഃ, വേദോക്തൈഃ വേദങ്ങളിൽ പറയപ്പെട്ടത്,
ഓരോരുത്തർക്കും ഏതേത് കർമ്മങ്ങൾ വേദങ്ങളിൽ വർണ്ണാശ്രമ വ്യവസ്ഥ ചെയ്തിരിക്കുന്നുവോ അങ്ങനെയുള്ള ഏതൈഹി അന്യൈഹി സ്വകർമ്മഭിഹി ഇപ്രകാരമുള്ളതും മറ്റു വിധത്തിലുമുള്ളതുമായിട്ടുള്ള വൈദികവും ലൗകികവുമായിട്ടുള്ള അവനവന്റെ കർമ്മങ്ങളെ കൊണ്ട് സ്വകർമ്മഭിഹി വർത്തമാനഃ വർത്തിക്കുന്നവൻ, അങ്ങനെ ജീവിക്കുന്നവൻ, വേദോക്ത കർമ്മങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ, സ്വധർമാനുഷ്ഠാനം ചെയ്ത് ജീവിക്കുന്നവൻ, തദ്ഭക്തിഭാഗ് ആ ഈശ്വരനിൽ ഭക്തിയുള്ളവനായിട്ട്, ഭക്തിയെ ഭജിക്കുന്നവൻ ഭക്തിഭാഗ്. ഇപ്പൊ ഭക്തിയുള്ളവനായിട്ട് ആ നരഹ ഗൃഹേ അപി ഹേ രാജൻ അസ്യ ഗതിം യായാത് അവൻ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഗൃഹസ്ഥാശ്രമിയായി ഗൃഹസ്ഥ കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അസ്യ ഗതിം യായാത് അവന്റെ ഗതിയെ, ഈശ്വരന്റെ ഗതിയെ പ്രാപിക്കാം എന്നൊക്കെ. അവിടെ അസ്യ എന്ന് പറഞ്ഞാൽ ഈശ്വരസ്യ, ആ ഈശ്വരസ്യ ഗതിം ശ്രീകൃഷ്ണൻ അവിടെ അടുത്തിരിക്കുന്ന കൃഷ്ണനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് അസ്യ എന്ന്. ഇവന്റെ ഗതിയെ പ്രാപിക്കാം എന്ന് പറഞ്ഞാൽ ഈ ഭഗവാനെ പ്രാപിക്കാം, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കാം. അപ്പൊ ഗൃഹത്തിലിരുന്നാലും ഈശ്വര അനുഗ്രഹത്തിന് പാത്രീഭവിക്കാം, സിദ്ധന്മാരായി തീരാം. അതിന് ശാസ്ത്രോക്തങ്ങളായിരിക്കുന്ന കർമ്മങ്ങള് സ്വധർമ്മം വിട്ടുവീഴ്ചയില്ലാതെ പരമാവധി നന്നായിട്ട് അനുഷ്ഠിക്കുക. ആപത്തുകൾ വരുമ്പോൾ അതിൽ കോംപ്രമൈസുകൾ അനുവദനീയമാണ്. നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിക്കുമ്പോൾ നമ്മൾ നിത്യനൈമിത്തിക കർമ്മങ്ങളിൽ മാറ്റം വരുന്നു. നമ്മുടെ സ്വധർമ്മം മാറ്റിവെക്കാൻ വേണമെങ്കിൽ എത്ര ദിവസം നമുക്ക് മാറ്റിവെച്ചാലാണോ നമുക്ക് നമ്മുടെ ആ ദുഃഖത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുക, അത്രയും ദിവസം മാറ്റിവെച്ച് ദുഃഖത്തിൽ നിന്ന് വേഗം റിക്കവർ ചെയ്ത് അതിന് ഈശ്വരനെ ആശ്രയിച്ചാൽ നമുക്ക് വേഗം റിക്കവർ ചെയ്യാം. അങ്ങനെ അതാത് ദുഃഖങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്തു വന്നാൽ വീണ്ടും പൂർവാധികം ശക്തിയോടെ തന്റെ ധർമാചരണം തുടരാം. താൻ ഇത്രയും ദിവസം മുടക്കിയ കാര്യങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് തുടരാവുന്നതാണ്. തന്റെ കർമ്മങ്ങൾ വീണ്ടും തുടരാവുന്നതാണ്. ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ജീവിത രീതി. വളരെ ഉത്തമമായിട്ടുള്ള രീതിയാണ്, പ്രാക്ടിക്കലായിട്ടുള്ളതാണ്. ഇവിടെ പ്രാക്ടിക്കൽ അല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ശാസ്ത്രങ്ങൾക്ക് അങ്ങനൊരു ഏറ്റവും പ്രാക്ടിക്കലാണ്. ഏത് ആപത്ത് വന്നാലും അവിടെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്, കോംപ്രമൈസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വസ്ഥരായിരിക്കുമ്പോൾ എല്ലാം വെൽ ടു ഡു ആവുമ്പോഴേ നമുക്ക് നമ്മുടെ ധർമ്മം 100% പാലിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ 100% പറ്റില്ല, കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യാം. നമ്മുടെ നാട് വിട്ട് വിദേശങ്ങളിലേക്ക് പോയാലോ നമ്മുടെ വീട്ടിലും നാട്ടിലും ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല, അവിടെ പിന്നെയും കോംപ്രമൈസ് ചെയ്യാം. യാത്രാവേളകളിൽ നമുക്കിതൊന്നും ഒന്നും പാലിക്കാൻ പറ്റിയില്ല എന്ന് വരും, അവിടെ നമുക്ക് നല്ലതുപോലെ കോംപ്രമൈസ് ചെയ്യാം. ഏറ്റവും മിനിമത്തിൽ ആചരിക്കാം. ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള സ്മൃതി ശ്ലോകങ്ങൾ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ഗൃഹത്തിൽ ധർമ്മം പൂർണ്ണമായിട്ട് ആചരിക്കുക. നമ്മുടെ ദേശത്തായിരിക്കുമ്പോൾ അതിൽ 3/4 75% ആചരിക്കുക. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ പകുതി ആചരിക്കുക, അർദ്ധം ആചരിക്കുക. യാത്രാവേളകളിൽ യാതൊരു നിർബന്ധവുമില്ലാതെ സഞ്ചരിക്കാവുന്നതാണ്. യാത്രായാം ശൂദ്രവത് ചരേത് എന്നാണ് ആ അവസാനത്തെ വരി. യാത്രായാം ശൂദ്രവത് ചരേത്, യാത്രയിൽ ശൂദ്രനെ പോലെ ചരിച്ചോളൂ. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ സംസ്കാരമില്ലാത്തവർ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ ഒരു ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനെ പോലെ കുടിയില്ലാതെ അല്ലെ നിത്യകർമ്മങ്ങളില്ലാതെ സഞ്ചരിക്കുന്ന അവസരത്തിൽ അങ്ങനെ ആവാം. ഇപ്പോൾ ഒരു അത്യാവശ്യത്തിനായിട്ട് വളരെ വേഗം വളരെ ദൂരത്തുള്ളതായിട്ടൊരു ദേശത്തെത്തണമെങ്കിൽ പണ്ടൊക്കെ നടന്നായിരിക്കാം, അല്ലെങ്കിൽ കാളവണ്ടിയോ കുതിരവണ്ടിയോ ആയിരിക്കാം.
അപ്പൊ അതിലൊക്കെ പോകുമ്പോൾ വഴിയിലൊന്നും ഒരു സൗകര്യം ഉണ്ടാവില്ല. മാത്രമല്ല, സൗകര്യം ഉള്ളിടത്ത് തങ്ങി നിന്നുകൊണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അസമയത്ത് വിജനദേശങ്ങളിൽ എത്തിപ്പെടാം, സുരക്ഷിതമല്ലാത്ത വനങ്ങളിൽ എത്തിപ്പെടാം. അപ്പൊ അതൊക്കെ നോക്കിയിട്ടായിരിക്കും സന്ധ്യാവേളയിൽ ഓടുകയായിരിക്കും. ചിലപ്പോൾ സന്ധ്യാവേളയാകുമ്പോഴേക്കും ചില വിജനദേശങ്ങളോ കാടുകളോ ഒക്കെ കടന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം എത്തണം എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സന്ധ്യയ്ക്ക് ഇവിടെ നല്ല വെള്ളം കാണുന്നുണ്ട്, നല്ല സൗകര്യമുണ്ട്, ഇവിടെ നിന്ന് സന്ധ്യാവന്ദനം ചെയ്യാം എന്ന് പറഞ്ഞിരുന്നാൽ നാളെ സന്ധ്യാവന്ദനം ചെയ്യാൻ ആള് ബാക്കിയുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് യാത്രാവേളകളിൽ എത്ര വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാമെന്ന് അനുവാദം തന്നിരിക്കുന്നതാണ് നമ്മുടെ സ്മൃതികളൊക്കെ. ചിന്തിക്കുക, ഇത്രയും വിശാലമായിട്ടുള്ള ഒരു വ്യവസ്ഥകൾ, ധർമ്മങ്ങൾ ഇത്രയും ലിബറലായിട്ട് നമുക്ക് തന്നിട്ട് നമ്മൾ അതിനെ മറന്ന് തോന്നിയവാസികളായിട്ട് ജീവിക്കുന്നത് നമ്മുടെ നാശത്തിലേക്ക്, അല്ലാതെ വേറൊന്നുമില്ല. സ്വന്തം നാശത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മളും നമ്മുടെ സമൂഹവും നമ്മുടെ വരും തലമുറകളും അതിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് പറയാം. അപ്പോൾ വേദോക്തൈഹി ഏതൈഹി അന്യൈഹി സ്വകർമ്മഭിഹി വർത്തമാനഃ, ഇങ്ങനെ വേദോക്തങ്ങളായ കർമ്മങ്ങളിൽ വർത്തിക്കുന്നവൻ തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതൗ, കാര്യവും അകാര്യവും നിശ്ചയിക്കുമ്പോൾ ശാസ്ത്രമാകട്ടെ പ്രമാണം. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, രാഗദ്വേഷങ്ങൾ, സ്വാർത്ഥതകൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ശാസ്ത്രങ്ങൾക്ക് പ്രാമാണ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം, ഭഗവാനിൽ ഭക്തിയോടുകൂടിയതായിട്ടുള്ള ജീവിതം. അങ്ങനെ തദ്ഭക്തിഭാഗ് നരഃ ഗൃഹേ അഭി അസ്യ ഗതിം യായാത്, ഗൃഹത്തിലാണെങ്കിലും ആ ഈശ്വരന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച് ഭഗവാനെ പ്രാപിക്കാം. അപ്പോ പാണ്ഡവന്മാരെ അഭിനന്ദിച്ചുകൊണ്ട്, നിങ്ങൾ ധർമ്മം ആചരിക്കുന്നവരാണ്, യുധിഷ്ഠിരൻ ധർമ്മമൂർത്തിയാണ്, ധർമ്മപുത്രർ എന്നാണ് അദ്ദേഹത്തിന് പേര്. മറ്റ് അനുജന്മാരും അതേപോലെ ധർമ്മിഷ്ഠന്മാരാണ്, ഏട്ടനെ അനുസരിക്കുന്നവരാണ്. അപ്പൊ ആ പാണ്ഡവന്മാരെയും കുന്തി മാതാവിനെയും അഭിനന്ദിച്ചുകൊണ്ട് 68-ാം ശ്ലോകത്തില് ഭഗവാൻ നാരദ മഹർഷി പറയുന്നു, യഥാ ഹി യൂയം നൃപതേവ ദുസ്ത്യജാത് ആപദ്ഗണാദുത്തരതാത്മനഃ പ്രഭോഃ യത്പാദപങ്കേരുഹ സേവയാ ഭവാൻ അഹാരശീത് നിർജിത ദിഗ്ഗജഃ ക്രതൂൻ. യഥാ ഹി യൂയം നൃപതേവ ദുസ്ത്യജാത് ആപദ്ഗണാത് ഉത്തരതാത്മനഃ പ്രഭോഃ യത്പാദപങ്കേരുഹ സേവയാ ഭവാൻ അഹാരശീത് നിർജിത ദിഗ്ഗജഃ ക്രതൂൻ. ഹേ നൃപദേവ, കഴിഞ്ഞ ശ്ലോകത്തിലും രാജൻ എന്ന് വിളിച്ചുവിടെ നൃപദേവ, അല്ലയോ നൃപന്മാരെ പരിപാലിക്കുന്ന, നൃപന്മാരുടെ മധ്യത്തിൽ നല്ലതുപോലെ പ്രകാശിക്കുന്നവനായ ഹേ രാജാവേ യുധിഷ്ഠിര, രാജശ്രേഷ്ഠ എന്നർത്ഥം. യഥാ യൂയം, യൂയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാണ്ഡവന്മാർ, ആത്മനഃ പ്രഭോഹോ ദുസ്ത്യജാത് ആപദ്ഗണാത് യഥാ ഉത്തരത, ആപദ്ഗണാത് ഉത്തരത, ഉത്തരത എന്ന് പറഞ്ഞാൽ ഉത്താരണം ചെയ്യപ്പെട്ടുവോ. യൂയം ഉത്തരത, നിങ്ങൾ മറുകര കണ്ടു, നിങ്ങൾ തരണം ചെയ്തു. ഏതിനെ? ആപദ്ഗണാത്, ആപദ്ഗണങ്ങൾ ഒരു പ്രവാഹം പോലെ നിങ്ങളെ പുറകെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ട് വന്നുകൊണ്ടേയിരുന്നു. ദുസ്ത്യജാത്, തള്ളിക്കളയാൻ സാധ്യമല്ലാത്ത അതിഭയങ്കരങ്ങളായിട്ടുള്ള ആപദ്ഗണങ്ങളായിരുന്നു. അല്ലെ, നമ്മുടെ കുന്തിദേവിയുടെ സ്തുതിയിലെ വരികൾ ഓർക്കുക. വിഷാദ് മഹാഗ്നേഹേ പുരുഷാദ ദർശനാദ് അസത്സഭായാഃ വനവാസകൃച്ഛ്രദഃ മൃധേ മൃധേ അനേക മഹാരഥാസ്ത്രദോ ദ്രൗണ്യസ്ത്രദശ്ചാസ്മഹരേഭിരക്ഷിതാഃ.
കുന്തി സ്തുതിയിൽ പറഞ്ഞില്ലേ കുന്തി ദേവി എന്തൊക്കെയാണോ ആപത്തിന്റെ പരമ്പരകളെന്ന്. വിഷാദ് മഹാഗ്നേഹ് പുരുഷാദ ദർശനാദ് അസത്സഭായാഹ വനവാസകൃത്സ്രദഃ മൃദേ മൃദേ അനേക മഹാരഥാസ്ത്രദോ ദ്രൗണ്യസ്ത്രദശ്ചാസ്മ ഹരേ വിരക്ഷിതാഃ. ഹേ ഹരേ ഹരേ വയം രക്ഷിതാഃ സ്മ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരായി. എവിടുന്നൊക്കെ? വിഷാദ്, ആ കാളകൂട വിഷത്തിൽ നിന്ന് ഭീമനെ രക്ഷിച്ചു. ദുര്യോധനൻ വനത്തിൽ വെച്ച് വിഷം കലർന്ന ഭക്ഷണം കൊടുത്ത് ഭീമസേനനെ കയത്തിൽ കെട്ടിത്താഴ്ത്തി ഗംഗയില്. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 10,000 ആനയുടെ ശക്തിയുമായിട്ടാണ് ആ ഭീമസേനൻ നാഗലോകത്തുനിന്ന് തിരിച്ചു വന്നത്. വിഷാദ് മഹാഗ്നേഹേ, ആ ലാക്ഷാഗൃഹം അരക്കില്ലത്തിൽ വെച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചപ്പോൾ വിതുരന്റെ ബുദ്ധി കൊണ്ട് രക്ഷപ്പെട്ട് പ്രച്ഛന്ന വേഷധാരികളായി ബ്രാഹ്മണരായി അല്ലേ വാരണാവതം എന്നുള്ള ഗ്രാമത്തിലേക്ക് ചെന്ന് മറഞ്ഞു കഴിച്ച് പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് പുറത്തേക്ക് വന്നവരായിട്ടുള്ള ആ കഥ ഓർത്തു. മഹാഗ്നേഹേ പുരുഷാദ ദർശനാദ്, പുരുഷാദന്മാരെന്ന് പറഞ്ഞാൽ നരഭോജികൾ, പുരുഷന്മാരെ അധിക്കുന്നവർ. അങ്ങനെയുള്ള രാക്ഷസന്മാരുടെ പിടിയിൽ നിന്ന് എത്ര പ്രാവശ്യം മോചിപ്പിച്ചു. അസത്സഭായാഹ, അസത്തുക്കളായ കൗരവന്മാരുടെ സഭയിൽ നിന്ന്, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിൽ നിന്ന് വസ്ത്രമായി ഭഗവാൻ അവതരിച്ച് രക്ഷിച്ചില്ലേ. അസത്സഭായാഹ വനവാസകൃത്സ്രദഃ, വനവാസകാലത്ത് എന്തെല്ലാം പരീക്ഷണങ്ങൾ. ആ ദുർവാസാവിന്റെ ശാപം കൊണ്ട് ദഹിച്ചു പോകേണ്ടതായിരുന്നു. സമയത്ത് വന്ന് പാഞ്ചാലിയുടെ കയ്യിൽ നിന്ന് അക്ഷയപാത്രത്തിൽ നിന്ന് ആ ഒരു കഷ്ണം ശാകാന്നം ഭുജിച്ച് ദുർവാസാവിന്റെയും കൂട്ടരുടെയും വയറ് നിറച്ച് അവരെ പറഞ്ഞുവിട്ടു. അങ്ങനെ എന്തെന്തെല്ലാം അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചു. മൃദേ മൃദേ അനേക മഹാരഥാസ്ത്രദഃ, പല പല യുദ്ധങ്ങളിൽ നിന്നും മഹാരഥന്മാരുടെ അസ്ത്രങ്ങളിൽ നിന്നുമൊക്കെ അങ്ങ് രക്ഷിച്ചു. ഇപ്പതാ ദ്രൗണ്യസ്ത്രദശ്ചാസ്മ ഹരേ വിരക്ഷിത, ആ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഈ പാണ്ഡവന്മാരെയും ഉത്തരാഗർഭത്തിലുണ്ടായിരുന്ന കുട്ടിയെയും രക്ഷിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞു ആര്? കുന്തിദേവി. അതുതന്നെയാണ് ഇവിടെ നാരദൻ ഓർമ്മിപ്പിച്ചത്. അല്ലെങ്കിൽ കുന്തി സ്തുതിക്ക് മുമ്പാണ് നാരദന്റെ ഈ വാക്കുകൾ. ഇതിന്റെ ഒരു എലാബറേഷനാണ് പിന്നീട് കുന്തിദേവി മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ പോകുമ്പോൾ സ്തുതിച്ചത് അല്ലെ. ഓർഡറിൽ നോക്കിയാൽ ആദ്യം പറഞ്ഞത് ഈ രാജസൂയ യാഗത്തില് നാരദ മഹർഷിയാണ്. രാജസൂയ യാഗം കഴിഞ്ഞ് പിന്നെയും 13 വർഷം കഴിഞ്ഞിട്ടാണ് മഹാഭാരത യുദ്ധം. ഇപ്പൊ എന്തായാലും ഹേ നൃപദേവ യൂയം ആത്മനഃ പ്രഭോഹോ, ആ നിങ്ങളുടെ തന്നെ ആത്മാവായ ആ പ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് ദുസ്ത്യജാത ആപദ്ഗണാത് യഥാ ഉത്തരത, ജയിക്കാൻ പറ്റാത്തതായിട്ടുള്ള ആപത് സമൂഹങ്ങളിൽ നിന്ന് എപ്രകാരമാണോ ഉത്താരണം ചെയ്തത്, മറുകര കണ്ടത്, രക്ഷപ്പെട്ടത്. യത് പാദപങ്കേരുഹ സേവയാ നിർജിത ദിഗ്ഗജഃ ഭവാൻ ക്രതൂനഹാരശീത്. ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജസൂയ യാഗം, അതാണ് ക്രതു എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ക്രതുക്കളെ രാജസൂയ യാഗത്തോടനുബന്ധിച്ച് മറ്റനേകം യാഗങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കൂടി ചേർത്ത് ബഹുവചനത്തിൽ ക്രതൂൻ അഹാരശീത്. അഹാരശീത് എന്ന് പറഞ്ഞാൽ ആഹരിച്ചു ആണ്. യാഗങ്ങളെ വേണ്ടതുപോലെ സംഘടിപ്പിച്ചു എന്നർത്ഥം. ആഹരിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് സംയോജിപ്പിച്ചു, പൂർത്തീകരിച്ചു അല്ലെങ്കിൽ നടത്തി. അഹാരശീത് എങ്ങനെ? നിർജിത ദിഗ്ഗജഃ ഭവാൻ, അങ്ങ് നല്ലതുപോലെ ജയിച്ചു. നിർജിതനായി ആരെ? ദിഗ്ഗജങ്ങളെ എന്ന് പറഞ്ഞാല് എല്ലാ ദിക്കുകളിലും ഒരു ഗജസങ്കല്പമുണ്ട്. ഓരോ ദിക്കിലും ദിഗ്ഗജങ്ങൾ എന്ന് പറയുന്ന ആനകൾ കാവൽ നിൽക്കുന്നതായിട്ടുള്ള സങ്കല്പം അല്ലേ. നമ്മള് എന്താ പറയുക, നരസിംഹാവതാരത്തില് ഭഗവാൻ അട്ടഹസിച്ചതായിട്ടുള്ള സമയത്ത് ആ ദിഗ്ഗജങ്ങളൊക്കെ നടുങ്ങി ഓരിയിടാൻ തുടങ്ങി. അവരുടേതായിട്ടുള്ള
ചിഹ്നം വിളിക്കാൻ തുടങ്ങി ഭയപ്പെട്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ദിഗ്ഗജങ്ങളെയൊക്കെ ഭയപ്പെടുത്തുന്ന ശബ്ദമായിരുന്നു നരസിംഹമൂർത്തിയുടെ അട്ടഹാസം. അതുപോലെ പല സന്ദർഭങ്ങളിലും ആ ദിഗ്ഗജങ്ങളെ കുറിച്ച് പറയും. അപ്പോ ആ ദിക്കുകളിലുള്ളതായിട്ടുള്ള അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നതായിട്ടുള്ള ആ ഗജങ്ങൾ തന്നെയാണ് മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളിൽ മഹാലക്ഷ്മിയുടെ രണ്ടു വശത്ത് നിന്ന് എന്താ പറയുക, കലശം കൊണ്ട് മഹാലക്ഷ്മിക്ക് അഭിഷേകം ചെയ്യുന്ന ചിത്രങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ദിഗ്ഗജങ്ങൾ എന്ന് പറയുന്ന ഗജങ്ങളെ ജയിച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദിക്കുകളെ അറ്റം വരെയും ജയിച്ച് എന്നർത്ഥമാണ്. ഇനി ജയിക്കാൻ ഒരു ദിക്കും ബാക്കിയില്ല, എക്സ്ട്രീം ആയിട്ടുള്ള ആ എൻഡ് വരെ പോയി ദിക്കുകളുടെ അർത്ഥത്തില് എല്ലാ ദിക്കുകളെയും പൂർണ്ണമായി ജയിച്ച് എല്ലാവരെയും ജയിച്ച് നിർജിത ദിഗ്ഗജ ഭവാൻ. എങ്ങനെയാണ്? യത് പാദ പങ്കേരുഹ സേവയ, ഏതൊരു ഭഗവാന്റെ പാദകമലങ്ങളെ സേവിച്ചതുകൊണ്ടാണ് ഈ ദിഗ്ഗജങ്ങളെ ജയിക്കാൻ അഥവാ എല്ലാ ദിക്കുകളെയും ജയിക്കാൻ അങ്ങേക്ക് സാധിച്ചത്. അങ്ങനെ ദിഗ്വിജയം നടത്തി ഇവിടെതായിപ്പോ ഈ ക്രതുക്കളെ നടത്തുന്നു, ഈ രാജസൂയയാഗം നടത്തുന്നു. അപ്പോ ആരുടെ അനുഗ്രഹമാണ്? ഭഗവാന്റെ അനുഗ്രഹമല്ലേ? ഇതുപോലെ ഈ ഭഗവാനെ ആര് സേവിക്കുന്നുവോ അവർക്കെല്ലാവർക്കും സംസാര സാഗരം കടക്കാൻ സാധിക്കും, അവരുടെ എല്ലാ ദുഃഖങ്ങളെയും ജയിക്കാൻ സാധിക്കും. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ സുഹൃതികളാണ്. അതുകൊണ്ടാണ് ഈ ഭഗവാനോട് നിങ്ങൾക്ക് ഇത്രയും പ്രേമവും ഭഗവാൻ നിങ്ങളുടെ കൂടെ നിന്ന് എപ്പോഴും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് ഇനിയും അവസാനത്തിൽ കൂടുതൽ പറയാനിരിക്കുന്നുണ്ട്. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഒന്നുകൂടെ ഇവരെ പ്രശംസിക്കുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം എത്ര ലഭിച്ച ഭാഗ്യവാന്മാരാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഇവിടെ അതിന്റെ ഇടയ്ക്കൊരു ഇത് പറഞ്ഞിട്ട് ഇനി 69 മുതൽക്ക് നാരദൻ തന്റെ ഒരു ചരിത്രം പറയുകയാണ്. നമ്മൾ വ്യാസനാരദ സംവാദത്തില് പ്രഥമ സ്കന്ധത്തില് വ്യാസനോട് തന്റെ ഒരു ചരിത്രം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ യുധിഷ്ഠിരനോട് പറയുന്നത് അതിനും മുമ്പുള്ള തന്റെ ചരിത്രം. താൻ ദാസീപുത്രനായി ഭവിച്ച് ബ്രാഹ്മണരെ സേവിച്ച് സത്സംഗം ചെയ്തതിന്റെ ഫലമായിട്ട് പിന്നീട് അടുത്ത ജന്മത്തിൽ നാരദനായി തീർന്നു എന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒന്നുകൂടെ എന്താ പറയുക, മുന്നാധാരം എന്ന് പറയില്ലേ നമ്മള്, തന്റെ പൂർവ്വചരിത്രം. മറ്റൊരു കൽപ്പത്തിൽ താൻ ഒരു ഗന്ധർവനായിരുന്നു, പിന്നീട് ശപിക്കപ്പെട്ടിട്ടാണ് താൻ ഒരു ദാസിയുടെ പുത്രനായി വന്ന് ജനിക്കുന്നത് എന്നുള്ള കഥയെക്കുറിച്ച് 69 മുതൽക്കുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു. നമുക്ക് വൈകുന്നേരം കാണാം. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ സപ്തമസ്കന്ധം പൂർത്തീകരിക്കാം നമുക്ക്. എന്തായാലും ഇനിയുള്ളത് കഥയാണ്. കഥയായതുകൊണ്ട് വേഗം പറഞ്ഞു തീർക്കാം. അപ്പോൾ സമാധാനമായിട്ട് പറയാം. ഇപ്പൊ പറഞ്ഞാൽ തീരില്ല, സമാധാനം ഉണ്ടാവില്ല. വൈകുന്നേരം നമുക്ക് 5 മണിക്ക് വീണ്ടും കാണാം, പൂർത്തീകരിക്കാം. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ നാരായണ. എല്ലാവർക്കും ശുഭദിനം.